നമ്മൾ ഇന്ന് വെബ്സൈറ്റ് അനാലിസിസ് എന്നുള്ള ക്ലാസ്സാണ് നമ്മൾ പഠിക്കുക. എന്താണ് വെബ്സൈറ്റ് അനാലിസിസിനകത്ത് നമ്മൾ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി മീൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു വെബ്സൈറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ഒരു വെബ്സൈറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു SEO ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രോസസ്സുകളിലൊന്നാണ് വെബ്സൈറ്റ് അനാലിസിസ്. നമ്മൾ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിനെ അനലൈസ് ചെയ്ത് ആ വെബ്സൈറ്റിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആൾറെഡി എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ആ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഇതൊരു ഡോക്യുമെൻ്റാക്കി നമ്മൾ തയ്യാറാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. എന്തിനാണ് ഒരു വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു ഡോക്യുമെൻറ്റേഷൻ ആക്കി വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്ന ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്ത് നമ്മളുടെ വർക്ക് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒന്നാമത്തെ കേസ്. ഇത് ചെയ്യുന്ന 2 സിറ്റുവേഷൻസ് ഉണ്ട്. വെബ്സൈറ്റ് അനാലിസിസ് എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത് 2 സിറ്റുവേഷനിലായിരിക്കാം. ഒന്ന്, നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് SEO ആയിട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു വെബ്സൈറ്റ് അനാലിസിസ് മസ്റ്റായിട്ടും ചെയ്യണം. ഇനി വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട 1-2 സംഗതികളാണ് ആ വെബ്സൈറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ പറ്റിയുള്ള പഠനവും ആ വെബ്സൈറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം. ആ പ്രോഡക്റ്റ് എങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആകും, എങ്ങനെയുള്ള ആൾക്കാരാണ് അത് വാങ്ങിക്കാൻ ചാൻസ് ഉള്ളത്, എന്ത് സർവീസാണ് ഓഫർ ചെയ്യുന്നത്, ആ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കീവേഡ്സ്, അതിനകത്ത് ഏത് കീവേഡ് ലോജിക്കലി ആൾക്കാർ ഉപയോഗിച്ച് ആ വെബ്സൈറ്റിലേക്ക് എത്താൻ ശ്രമിക്കും. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമ്മുടെ SEO പ്രോസസ്സ്, നമ്മൾ ചെയ്യുന്ന SEOയും അതിൻ്റെ റിസൾട്ടും ഒക്കെ നമുക്ക് വളരെ ഗുണകരമായിട്ട് നമുക്ക് ഭവിക്കും. ഒന്നാമത്, വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുന്ന 2 സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന്, നമ്മളൊരു കമ്പനിയിൽ SEO ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതൊരു റിപ്പോർട്ടാക്കി തയ്യാറാക്കുന്നുണ്ടാവും. എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SEO എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, അതിൻ്റെ റിസൾട്ടൊക്കെ ഒരു സ്ലോയിൽ കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. SEO ഇസ് എ സ്ലോ പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു വെബ്സൈറ്റിനെ ഓപ്റ്റിമൈസ് ചെയ്യുന്നു, അതിന് ആ ഒരു കീവേഡ് അനുസരിച്ച് അതിനെ ഓപ്റ്റിമൈസ് ചെയ്ത് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നു. നമ്മുടെ കയ്യിലുള്ളതല്ല. ഗൂഗിൾ എപ്പോഴാണ് അത് ക്യാച്ച് ചെയ്യുക, ക്രോൾ ചെയ്യുക, അത് ഇൻഡെക്സ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു പേജ് ചിലപ്പോൾ 2 മണിക്കൂറിനുള്ളിലോ 3 മണിക്കൂറിലൊക്കെ ഉള്ളിൽ ക്യാച്ചിങ് നടക്കാറും ലിസ്റ്റിംഗ് ഇൻഡെക്സിംഗ് ഒക്കെ വരാറുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇൻഡെക്സ് ചെയ്യുന്ന പേജസും ഉണ്ട്. നമ്മൾ പബ്ലിഷ് ചെയ്ത് ക്യാച്ച് ചെയ്യാൻ സബ്മിറ്റ് ചെയ്ത് അടുത്ത നിമിഷം മുതൽ തന്നെ ഇത് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ അതിന് ഒക്കെ വലിയ സാധ്യതകൾ വേറെ ഉണ്ടാകും. ആ വെബ്സൈറ്റിന് ഒരുപാട് ട്രസ്റ്റ് വാല്യൂ ഉണ്ടാകാം, ആ വെബ്സൈറ്റിന് നിരന്തരം ഒരുപാട് പബ്ലിഷിംഗ് ഉണ്ടാകാം, ഒരുപാട് ട്രാഫിക് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് ആ വെബ്സൈറ്റിന് കിട്ടുന്നുണ്ടാവും. ഈ വക കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജ് ആ നിമിഷം തന്നെ ക്യാച്ച് ചെയ്യാം. ഇനി ക്യാച്ച് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാതെ ക്യാച്ച് ആവുന്ന URLs ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. നിരന്തരം പോസ്റ്റുകൾ ആഡ് ചെയ്യുന്ന ന്യൂസ് വെബ്സൈറ്റുകളൊക്കെ നമ്മൾ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്യാച്ച് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരാറില്ല. 99% അത് പബ്ലിഷ് ചെയ്യുന്ന നെക്സ്റ്റ് നിമിഷം തന്നെ, നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അതെന്ത് ചെയ്യും? ക്യാച്ച് ചെയ്ത് ഇൻഡെക്സ് ചെയ്ത് വരാറുണ്ട്. അതിനകത്ത് അതിനനുസരിച്ചുള്ള ഫീഡും മെക്കാനിസംസും അതിൻ്റെ സൈറ്റ് മാപ്പും ഒക്കെ ഡൈനാമിക്കായിട്ട് ഗൂഗിൾ റെഗുലറായിട്ട് ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു സാധ്യത. രണ്ടാമത്തേത്, ന്യൂസ് വെബ്സൈറ്റുകളുടെയൊക്കെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ, ന്യൂസ് ആർട്ടിക്കിൾ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ, ഇത് ആൾറെഡി ആ വെബ്സൈറ്റിനകത്തുള്ള പല ആർട്ടിക്കിളിൻ്റെയും സൈഡിനകത്തേക്ക് ലേറ്റസ്റ്റ് പോസ്റ്റായിട്ടൊക്കെ വരും. ഉദാഹരണത്തിന്, ഇന്ത്യ ടൈംസിൻ്റെ വെബ്സൈറ്റിനകത്ത് ഇന്നൊരു പുതിയ ന്യൂസ് വന്നു, ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ന്യൂസാണ്. ഇത് പബ്ലിഷ് ചെയ്ത ആ നിമിഷം തന്നെ എങ്ങനെ ക്രോൾ ചെയ്യപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾറെഡി ഇന്ത്യ ടൈംസിൻ്റെ വെബ്സൈറ്റിനകത്ത് കിടക്കുന്ന പല ന്യൂസുകളുടെ സൈഡിൽ ഇത് പബ്ലിഷ് ചെയ്ത ഉടനെ ലേറ്റസ്റ്റ് പോസ്റ്റായിട്ട് വരും, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ന്യൂസ് ആർട്ടിക്കിളായിട്ട് വരും. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ട്? ഒരുപാട് ഓഡിയൻസ് ഇരിക്കുന്നുണ്ടാകും. ആ സമയത്തൊക്കെ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്, അത് ക്രോൾ ചെയ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ ആ പേജുകൾ ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ വരുന്ന ലേറ്റസ്റ്റ് ആർട്ടിക്കിളിൻ്റെ URL ക്രോൾ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി ഇന്ത്യ ടൈംസിൻ്റെ പേജ് റെഗുലറായിട്ട് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത് തന്നെ ക്രോൾ ചെയ്യുന്ന ഒരു ക്രോൾ റേറ്റ് ഉള്ള ഗൂഗിൾ എന്ത് ചെയ്യും? ഒരു വെബ്സൈറ്റിന് റെഗുലറായിട്ട് ക്രോൾ ചെയ്യപ്പെടുന്ന ക്രോൾ റേറ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ പിങ് ചെയ്യപ്പെടും, ക്രോൾ ചെയ്യപ്പെടും. ഇനി ചില CMSകളിൽ ഇത് സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ക്യാച്ചിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന മെക്കാനിസവും ആൾക്കാർ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ഷോപ്പിംഗ് സൈറ്റുകളിൽ ഇതൊക്കെ ചെയ്യാറുണ്ട്. പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? അത് ഗൂഗിൾ സബ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനകത്ത് മെക്കാനിസം പ്ലഗിൻസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ ഡൈനാമിക് ആയിട്ടുള്ള സൈറ്റ് മാപ്പുകൾ എപ്പോഴും ക്രോൾ ചെയ്യപ്പെടാനുള്ള ഒരു കാരണമാണ്. ഒരു പേജ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ
സൈറ്റ് മാപ്പിനകത്ത് ഡൈനാമിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുമ്പോൾ ആ സൈറ്റ് മാപ്പ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്ന ഗൂഗിളിന് എന്ത് ചെയ്യാൻ പറ്റും? ആ പുതിയ പേജിനെ ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു പേജിനെ അല്ലെങ്കിൽ ഒരു SEO ചെയ്യാൻ പോകുന്ന ഒരു വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന വെബ്സൈറ്റ് അനാലിസിസ് എന്തുകൊണ്ടും നമ്മളെ ഒരു പുതിയ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റ് അനാലിസിസ് ചെയ്ത് അതിന് ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ ഈ സ്ലോ പ്രോസസ് ആയിട്ടുള്ള SEOയുടെ റാങ്കിങ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ചിലപ്പം നമ്മൾ ജോയിൻ ചെയ്ത ഒരു കമ്പനിയിൽ ഒരാഴ്ചക്കുള്ളിലോ ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിലൊന്നും വലിയ റിസൾട്ടൊന്നും ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഉദാഹരണത്തിന് ഒരാളൊരു SEO കമ്പനി ജോയിൻ ചെയ്തു. ആ കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പം ആ കമ്പനിയിലുള്ള ഓണേഴ്സ് എന്ത് വിചാരിക്കും, ഓക്കെ നമ്മളൊരു പുതിയ ആളിനെ SEO ആയിട്ട് പോസ്റ്റ് ചെയ്തു, ഇനി നാളെ മുതൽ തന്നെ നമ്മളെ വെബ് പേജുകൾ ഗൂഗിളിൽ റാങ്ക് ചെയ്ത് വരും എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണകൾ അവർക്ക് ഉണ്ടാകാം. അങ്ങനെ സാധിക്കുമോ? വളരെ സാധ്യത കുറവാണ്. കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ഗൂഗിൾ അത് ക്രോൾ ചെയ്യുകയും ക്യാച്ച് ചെയ്യുക, അതിൻ്റെ ക്രോൾ റേറ്റൊക്കെ വ്യത്യാസം വരികയും ചെയ്യാം. ഈ സമയം വരെ ചിലപ്പം നമുക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് പിറ്റേന്ന് മുതൽ തന്നെ ചില കമ്പനികളിലെ ഓണേഴ്സ് ചോദിച്ചു തുടങ്ങും, എന്താ നമ്മൾ ഏതെങ്കിലും കീവേഡ് റാങ്ക് ചെയ്ത് വന്നോ, ലിസ്റ്റ് ചെയ്ത് വന്നോ. ഇവർ വിചാരിക്കുന്നത് ഒരു SEO ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പടപടി എന്ന് ലിസ്റ്റ് ചെയ്ത് തരും. നമ്മളതിനകത്ത് ഓൺ പേജ് ചെയ്ത് കീവേഡ് റിസർച്ച് നടത്തി, വെബ്സൈറ്റ് അനാലിസിസ് നടത്തി, പിന്നെ വെബ് പേജിന് ഓൺ പേജ് ചെയ്ത് ക്യാച്ച് ചെയ്യാൻ സബ്മിറ്റ് ചെയ്ത് ഗൂഗിൾ വെരിഫൈ ചെയ്ത് ഗൂഗിൾ അനലിറ്റിക്സ് ആഡ് ചെയ്തു, പിന്നെന്താ ഓഫ് പേജ് ചെയ്തതിന് ശേഷമൊക്കെയാണ് റാങ്ക് ചെയ്തൊക്കെ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ അത്രയും സമയം എടുക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റ് അല്പം കോമ്പറ്റീഷനുള്ള കാറ്റഗറി ആണെങ്കിലോ അല്പം കോമ്പറ്റീറ്റീവ് കീവേഡ്സ് ആണെങ്കിലോ പല കോമ്പറ്റീഷൻ കൂടിയ വെബ്സൈറ്റുകളുമായിട്ട് നമ്മൾ മത്സരിച്ച് വേണം നമ്മളെ റാങ്കിങ് മെച്ചപ്പെടുത്തി എത്താനെത്തും. അപ്പം അതിനനുസരിച്ചുള്ള ഡിലേ എപ്പോഴും നമ്മൾ ചെയ്യുന്ന SEO വർക്കിനകത്ത് വരാറുണ്ട്. അപ്പോൾ ഒരു സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിനകത്തുള്ള ഡിലേ കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പം അവർ ചോദിക്കുന്നതിന് ഉത്തരം നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ജോയിൻ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിലോ ഒരു മാസത്തിനുള്ളിലോ ആ കമ്പനിയിലെ ഓണർ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്, നിങ്ങളുടെ SEO പ്രോസസ്സ് എന്തായി എന്നുള്ളതിനെ പറ്റി നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണം. ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ആ ബോർഡ് മീറ്റിങ്ങിനകത്ത് നിങ്ങൾ എന്ത് പറയണം? നിങ്ങളുടെ SEOയുടെ ആക്ടിവിറ്റീസിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പം നിങ്ങളുടെ വർക്ക് എങ്ങനെയൊക്കെ നടന്നു പോകുന്നു എന്നുള്ളത് അവർ റിപ്പോർട്ട് ചെയ്യണം എന്ന് അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മീറ്റിങ്ങിനകത്ത് നമ്മൾ പങ്കെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്തേ പറ്റും. ഒരു മാസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന SEOയുടെ വർക്ക് ചെയ്ത് കാണിച്ചേ പറ്റും. എന്നാൽ അവിടെ ഒരു ബോർഡ് മീറ്റിങ്ങിനകത്ത് ഒരു സീനിയർ മെമ്പർ ഉണ്ടെന്ന് വെച്ചോ, ഉറപ്പായിട്ടും നമ്മളടുത്ത് ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു മാസം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് എത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നേരിടേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് വെബ്സൈറ്റ് അനാലിസിസ് ചെയ്താണ് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു പോകുന്നതെങ്കിൽ ഇനിഷ്യലി നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് അവരെ കാണിച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഒരു വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് അവരെ കാണിച്ചേ പറ്റും. എന്താണ് സ്റ്റാറ്റസ്? ഇപ്പോൾ ചിലപ്പം നമ്മൾ വെബ്സൈറ്റ് അനാലിസിസിനകത്ത് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളിൽ നമ്മൾ സ്കെയിൽ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാകും. ഉദാഹരണത്തിന് ഒരു വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ വിസിബിലിറ്റി ഇത്രയാണ്. ഇപ്പോൾ അവിടെ നമുക്കൊരു പുതിയ ടേം കിട്ടി, ഗൂഗിൾ വിസിബിലിറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് എത്ര URLs ഗൂഗിളിൽ വിസിബിൾ ആണെന്ന് കാണിക്കുന്ന ഒരു നമ്പർ ഓഫ് വിസിബിൾ പേജസ് ആണ് ഗൂഗിൾ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര URLs ഗൂഗിളിൽ വിസിബിൾ ആണ്, ദി നമ്പർ ഓഫ് URLs വിസിബിൾ ഇൻ ഗൂഗിൾ കണക്റ്റഡ് വിത്ത് വെബ്സൈറ്റ്, അതിനെ ആ വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി എന്ന് പറയും. ഉദാഹരണത്തിന് softloom.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ hisham.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിനകത്ത് 150 പേജസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ 15 പേജസ് മാത്രമേ ഗൂഗിൾ ക്രോൾ ചെയ്യുകയും ക്യാച്ച് ചെയ്യുകയും ഇൻഡെക്സ് ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. ഗൂഗിൾ വിസിബിലിറ്റി നോക്കിയപ്പോൾ 15 URLs ഗൂഗിളിനകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 150 പേജസ് ഉള്ള വെബ്സൈറ്റാണ് hisham.com എങ്കിലും 15 പേജസ് മാത്രമേ ആര് കണ്ടെത്തിയിട്ടുള്ളൂ? ഗൂഗിൾ കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പോൾ ഗൂഗിൾ വിസിബിലിറ്റി നമുക്ക് അളന്ന് നോക്കുന്നത് വെബ്സൈറ്റ് അനാലിസിസിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യണം എന്നുള്ളത് വഴിയെ പഠിക്കാം. നമ്മൾ ആദ്യം വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുന്ന പ്രോസസ്സ് 2-3 സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. അതിലൊരു സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു കമ്പനി ജോയിൻ ചെയ്ത് SEO വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യണം. ഒരു ഡോക്യുമെൻ്റ് എടുത്ത് വെക്കണം. ഒരു വേർഡിലോ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഹെഡിങ് നമ്മൾ എന്ത് കൊടുക്കണം? വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഓഫ് സോ ആൻഡ് സോ വെബ്സൈറ്റ് ആസ് ഓൺ ആ ഡേറ്റ് കൊടുക്കണം. അപ്പോൾ എന്താണോ hisham.com എന്ന വെബ്സൈറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിനൊരു ഹെഡിങ് കൊടുക്കുക, വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഓഫ് hisham.com ആസ് കണ്ടക്റ്റഡ് ഓൺ November 15th എന്നുള്ള ഡേറ്റ് കൊടുക്കുക, 2021 അങ്ങനെ കൊടുക്കുക. ഡേറ്റ് കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ
വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ വിസിബിലിറ്റി ആ വെബ്സൈറ്റിൻ്റെ ഓരോ സ്കെയിലിംഗ് ഫാക്ടേഴ്സ് നമ്മൾ നോക്കി പല ടൂൾസിൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അന്നുള്ള സ്കെയിലിംഗ് ഫാക്ടേഴ്സ് അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്യും, ഡോക്യുമെൻ്റ് ആക്കി വെക്കും. അങ്ങനെ ഡോക്യുമെൻ്റ് ആക്കുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾ ആ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ സ്റ്റാറ്റസിനകത്ത് എന്തൊക്കെ മാറ്റം വരുത്തി തുടങ്ങിയപ്പോൾ hisham.com 15 URLs ആയിരുന്നു ഗൂഗിൾ വിസിബിലിറ്റി. 1 മാസം നിങ്ങൾ വർക്ക് ചെയ്തപ്പോൾ അത് 75 ആക്കി ഉയർത്താൻ നിങ്ങൾക്ക് പറ്റി, അല്ലെങ്കിൽ 150 ആക്കി ഉയർത്താൻ നിങ്ങൾക്ക് പറ്റി. വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് 15 URLs മാത്രമേ ഗൂഗിളിൻ്റെ ഡേറ്റാബേസിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ 1 മാസം വർക്ക് ചെയ്തപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി എന്താക്കി മാറ്റാൻ പറ്റി, 150 ആക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മാസം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ആ പ്രസൻറ്റ് ചെയ്യണ ഇതിനകത്ത് വയ്ക്കാം. ഒരു ബോർഡ് മീറ്റിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, ഉറപ്പായിട്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി ഇത്രയായിരുന്നു, 1 മാസം കൊണ്ട് ഞാൻ ഇത്രയായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ പല സ്കെയിലിംഗ് ഫാക്ടേഴ്സ് ഇതിനകത്ത് പഠിക്കുന്നുണ്ടോ? ഈ സ്കെയിലിംഗ് ഫാക്ടേഴ്സൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് അവിടെ നിന്ന് 1 മാസം കൊണ്ട് നിങ്ങൾക്ക് എത്ര മാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ബോർഡ് മെമ്പേഴ്സ് ചിലപ്പോൾ ചോദിക്കാം, ഇത്രയും വ്യത്യാസം നിങ്ങൾ വരുത്തി, ഓക്കെ, ഇനി എന്തൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് വരുത്താനുണ്ട്, അല്ലെങ്കിൽ എത്ര സമയം എടുക്കും അത് റാങ്ക് ചെയ്ത് വരാൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് ആ കാര്യങ്ങളും ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാം. എപ്പോഴും ഇതൊരു രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു വർക്കായിട്ട് വയ്ക്കുന്നതിന് ഉപരി ഒരു ട്രാൻസ്പാരൻസി കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും SEOമാർക്ക് എപ്പോഴും നല്ലത്. ഞാൻ എപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്കിനകത്ത് ട്രാൻസ്പാരൻസിയോട് കൂടിയുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് തുറന്നു പറഞ്ഞ് അത് മനസ്സിലാക്കിച്ച് പോകാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, ഒരു കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യണം. ഇനി നമ്മൾ വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യാതെയാണ് മുമ്പോൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്താലും നിങ്ങൾ 1 മാസം കൊണ്ട് ഒരു കീവേഡിലെങ്കിലും നിങ്ങൾ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ചോദിക്കുന്നതിനൊക്കെ ഉത്തരവും അവർ പറയുന്ന കുത്തുവാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും, നിങ്ങൾക്ക് ചമ്മേണ്ടി വരും. അപ്പോൾ എന്താ, 1 മാസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി, എന്ത് പ്രോഗ്രസ് ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാനേ പറ്റത്തില്ല ചില സിറ്റുവേഷൻ. എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ, ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള വെബ്സൈറ്റ് അനാലിസിസ് 1 മാസം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് കൃത്യമായിട്ട് ഒരു ക്ലയൻറ്റിനെ കാണിക്കാനോ ഡിസ്കഷനിൽ വിലയിരുത്താനോ ഡിസ്കസ് ചെയ്യാനോ പറ്റുകയാണെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്തിപ്പോകും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വർക്ക് എൻക്വയറി വരുന്ന വെച്ചോ, ഒരു SEO വർക്കിൻ്റെ ഫ്രീലാൻസ് വർക്ക് ചെയ്യാനുള്ള എൻക്വയറി വന്നു. നോർമലി ആൾക്കാർ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ട്രെയിനിൽ പോണ വഴിക്ക് ഒരാളിനെ പരിചയപ്പെട്ടു, ഓക്കെ SEO ആണ് വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ വെബ്സൈറ്റിൻ്റെ SEO ചെയ്യാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ SEO നിങ്ങൾ ചെയ്യാമോ, ഞാൻ ഇങ്ങനെ ഒരാളിനെ നോക്കിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. ദൈവം ഒരു വർക്കാണല്ലോ മണക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കും സന്തോഷം തോന്നിയിട്ട് അവർ ചോദിക്കുകയാണ്, എത്ര രൂപയാകും നിങ്ങൾക്ക് SEO ചെയ്യാനായിട്ട്, ഇന്ന വെബ്സൈറ്റാണ് എൻ്റെത്, അതിന് SEO ചെയ്യാൻ വേണ്ടി എത്ര രൂപയാകും. അപ്പോൾ നമുക്കൊരു വർക്ക് കിട്ടിയെന്നുള്ള നിലയ്ക്ക് അപ്പം തന്നെ ചാടി വീണ് അതിനൊരു റേറ്റ് പറഞ്ഞെടുക്കാൻ ശ്രമിക്കാതെ ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് മേടിച്ച് ആ വെബ്സൈറ്റിനെ മേടിച്ച് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കിയൊക്കെ നോക്കി അതിനകത്ത് കണ്ടൻറ് ഉണ്ടോ, അതിൽ മൊബൈൽ കമ്പാറ്റബിൾ ആണോ, ഡിവൈസ് കമ്പാറ്റബിൾ ആണോ എന്നൊക്കെ നോക്കി ഒരു ബേസിക് ലെവലിൽ എന്ത് നടത്തണം, ഒരു വെബ്സൈറ്റ് അനാലിസിസ് നടത്തിയതിന് ശേഷം അവിടെ വരാൻ സാധ്യതയുള്ള സംഗതികൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക് ഒരു 8 രൂപ കൊടുത്തോ 10 രൂപയ്ക്കോ ഒരു 12 രൂപയ്ക്കോ ഒരു ഫ്രീലാൻസ് വർക്ക് നിങ്ങൾ ചാടി വീണ് എടുക്കുന്നതിന് മുമ്പേ ആ വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യാതെ നിങ്ങളൊരു റേറ്റ് പറഞ്ഞ വർക്ക് എടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന പണികൾ ഇതൊക്കെയാണ്. ഹൈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു കാറ്റഗറി വെബ്സൈറ്റ് ആണെന്ന് വെച്ചോ, ഹൈ കോമ്പറ്റീഷനുള്ള കീവേഡുകളിൽ വരുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് വെച്ചോ, ഉദാഹരണത്തിന് ട്രാവൽ ഏജൻസിയുടെ ഒരു വെബ്സൈറ്റ് ആണെന്ന് വെച്ചോ, അതുമായിട്ട് ബന്ധപ്പെട്ട കടുകട്ടിയുള്ള കീവേഡുകൾ നിങ്ങൾക്ക് അവരെ റാങ്ക് ചെയ്യിക്കണം, ആ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യിക്കേണ്ട സിറ്റുവേഷൻ വരും. ചിലപ്പോൾ ഒരുപാട് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റുകൾ അതിന് മുമ്പിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഉണ്ടാകും. അവരെയൊക്കെ പിന്തള്ളി നിങ്ങൾക്ക് സമയത്തിന് മുമ്പോട്ട് വരാൻ പറ്റത്തില്ല, റാങ്ക് ചെയ്ത് വരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന റേറ്റിൽ ആ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. ചിലപ്പോൾ ചില കീവേഡുകളുണ്ട് 6 മാസമോ 3-4 വർഷം കുത്തിയിരുന്ന് വർക്ക് ചെയ്താലും റാങ്ക് ചെയ്ത് വരാത്ത തരത്തിലുള്ള കീവേഡുകൾ, ടഫ് കീവേഡ്സ്, കോമ്പറ്റീറ്റീവ് കീവേഡ്സ്. ഇങ്ങനെയുള്ളൊരു കീവേഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ എമൗണ്ട് പറഞ്ഞ് ആ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഉത്തരം മുട്ടിപ്പോവും. നല്ലോണം പണി, ഒരു 50,000 രൂപ പണി കൊടുക്കുന്നുണ്ടാകും. നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റ് ആണെങ്കിലോ 10,000 രൂപയായിരിക്കും. 10,000 രൂപ അവരെന്ന് മേടിച്ച് 50,000 രൂപയുടെ പണിയും ചെയ്യണം, 1,00,000 രൂപയുടെ വഴക്കും കേൾക്കണം. ഇതാണ് അവിടെയുള്ള അവസ്ഥ. അപ്പോൾ എന്നാൽ വെബ്സൈറ്റ് കിട്ടണ മുറയ്ക്ക് തന്നെ ചാടി വീണെടുക്കാതെ അതിനെ അനലൈസ് ചെയ്തൊരു അനാലിസിസ് റിപ്പോർട്ടിൻ്റെ ബേസിൽ പല കാര്യങ്ങളും പറഞ്ഞ് അതിൻ്റെ പ്രശ്നങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടെത്തി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ഒരു റേറ്റ് പറയും. ഇനി എൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത് സോൾവ് ചെയ്തിട്ട് ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അത് അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ആ വർക്ക് നമുക്ക് ക്ലോസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.
വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിലോ വലിയ പ്രശ്നമാണ്. അതൊരിക്കലും നിങ്ങൾക്ക് റാങ്ക് ചെയ്ത് സ്റ്റാറ്റിക്കായിട്ട് നിലനിർത്താൻ പറ്റത്തില്ല. എന്തെങ്കിലും ഡിവൈസ് കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിലോ ബ്രൗസർ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അതിനകത്ത് നിറച്ച് ക്രോളറേഴ്സോ ബ്രോക്കൺ ലിങ്ക്സോ ആ വെബ്സൈറ്റിൻ്റെ പേജസ് ഒന്നും ഡിവൈസ് കമ്പാറ്റബിലിറ്റി ബ്രൗസർ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി കണ്ടന്റ് അതിനകത്ത് ഒരുപാട് പേജസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഫുൾ കണ്ടന്റ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും സാധിക്കുമോ? ഫുൾ കണ്ടന്റ് മാറ്റി എഴുതി മോഡിഫൈ ചെയ്ത് റീ ഒപ്റ്റിമൈസ് ചെയ്താലേ അതിനെ വർക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 10 രൂപയ്ക്കോ 12 രൂപയ്ക്കോ ഈവൻ 15 രൂപയ്ക്കോ വർക്ക് എടുത്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് കൊടും നഷ്ടം വരത്തുള്ളൂ. പണിയെടുത്ത് നിങ്ങളുടെ അടപ്പളവും, പക്ഷേ നിങ്ങൾക്ക് റിസൾട്ടൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക അറിയാലോ, അങ്ങനെ വലിയ ഇഷ്യൂസ് വരും. അപ്പോൾ നമ്മൾ ഒരു ഫ്രീലാൻസ് വർക്ക് എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ മാത്രമേ ഇത് കോസ്റ്റ് പറയാൻ പാടുള്ളൂ. വെബ്സൈറ്റ് അനാലിസിസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിൽ. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ പറയാം. നിങ്ങൾ 1-2 വർഷം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള SEO ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വർക്ക് എൻക്വയറിയോ അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്ത് രാജ്യത്ത് നിന്ന് വരുന്ന എൻക്വയറിക്ക് കൂടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾ ഈ കാറ്റഗറിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേസ് സ്റ്റഡി ഉണ്ടോ? ഇതൊക്കെ ചോദിക്കാം. ഇതേ കാറ്റഗറി ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ വർക്ക് എൻക്വയറി ആണെന്ന് കിട്ടിയത്, നമ്മുടെ കയ്യിലുള്ള റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റിൻ്റെ SEO ചെയ്തു തരണം എന്ന് പറഞ്ഞാണ് നമ്മുടെ എൻക്വയറി കിട്ടിയത്. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് ഇതേ കാറ്റഗറിയിലുള്ള വേറെ വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേസ് സ്റ്റഡി ഉണ്ടോ? US UK പോലുള്ള കൺട്രീസിൽ നിന്നൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇഫ് യു ഹാവ് എനി കേസ് സ്റ്റഡി റിലേറ്റഡ് ടു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പ്ലീസ് സെൻഡ് ഇറ്റ് എന്ന് പറയും. നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ചെയ്തുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് മാത്രമല്ല അതിൻ്റെ എന്തെങ്കിലും കേസ് സ്റ്റഡി ഉണ്ടോ എന്ന് ചോദിക്കും. ഇനി എന്താണ് കേസ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രീവിയസ്ലി ചെയ്തേക്കുന്ന വർക്കുകളെ നിങ്ങൾ ഏത് സ്റ്റാറ്റസിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഡോക്യുമെൻ്റാണ് കേസ് സ്റ്റഡി. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ വർക്ക് ആൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്ത സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആദ്യം വർക്ക് തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? വെബ്സൈറ്റ് അനാലിസിസ് ചെയ്തു. കൃത്യം 3 മാസം കൊണ്ട് അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇത്ര ഗൂഗിൾ വിസിബിലിറ്റിയിൽ നിന്ന് ഇത്രയായിട്ട് ഉയർത്താൻ പറ്റി. അതിൻ്റെ സ്കെയിലിംഗ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള പല സംഗതികളും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് 3 മന്ത്സ് കൊണ്ട് വലിയ മെച്ചം അതിനകത്ത് ഉണ്ടാക്കി. 6 മന്ത്സ് കൊണ്ട് ഒരുപാട് ഓർഗാനിക് ട്രാഫിക് ഗ്രോത്ത് ഉണ്ടായി. അതിൻ്റെ റെക്കോർഡുകൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഒരു കേസ് സ്റ്റഡി റിപ്പോർട്ട് ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാം. കേസ് സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള കേസ് സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടാം? ആ വർക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടാം. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുന്ന ചെയ്യേണ്ടി വരേണ്ട 3-4 കണ്ടീഷനാണ് പറഞ്ഞത്. ഒരു വെബ്സൈറ്റ് ഒരു കമ്പനി ജോയിൻ ചെയ്ത് SEO ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം? വെബ്സൈറ്റ് അനാലിസിസ് ചെയ്തിരിക്കണം. അതുപോലെ ഒരു ഫ്രീലാൻസ് വർക്കോ എന്തെങ്കിലും എൻക്വയറി വന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റ് അനാലിസിസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിൽ മാത്രമേ നിങ്ങൾ അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രൊപ്പോസൽ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് അനാലിസിസ് ചെയ്ത് അശ്വിൻ മൈക്ക് മീറ്റ് ചെയ്യോ? നിങ്ങൾ ഒരു വെബ്സൈറ്റിൻ്റെ SEO ചെയ്തു പോകുന്നത് വെബ്സൈറ്റ് അനാലിസിസ് ചെയ്ത് ആ ഡോക്യുമെൻറ്റേഷനോട് കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു വർഷമോ 2-3 വർഷം കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഒരു കേസ് സ്റ്റഡി ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകും. നിങ്ങൾ വർക്ക് ചെയ്ത സമയത്തുള്ള ഡോക്യുമെൻറ്റ്സ്, സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ അസറ്റുകളായിട്ട് വെച്ച് കേസ് സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ റിപ്പോർട്ടും നിങ്ങൾ 3 മാസമോ 6 മാസമോ 1 വർഷമോ ആ വെബ്സൈറ്റിന് വേണ്ടി ചെയ്തേക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടും കൂടെ കമ്പയർ ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? കേസ് സ്റ്റഡിയായി. അപ്പോൾ വെബ്സൈറ്റിൻ്റെ വർക്ക് തുടങ്ങുമ്പോൾ ഇത്ര ഗൂഗിൾ വിസിബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്, സ്കെയിലിംഗ് ഫാക്ടേഴ്സ് ഇത്ര ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ 6 മന്ത്സ് വർക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ 1 വർഷം വർക്ക് ചെയ്ത് നിങ്ങൾ അതിനെ എത്രയാക്കി ഇമ്പ്രൂവ് ചെയ്തു? ഇത്രയും ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി, ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടാക്കി, ഓർഗാനിക് ഇത്ര വിസിറ്റിൽ ഡിഫറൻസ് ഉണ്ടായി, ഇത്ര കൺവേർഷൻസ് ആ വെബ്സൈറ്റിനകത്ത് ഉണ്ടാക്കി. ഇങ്ങനെ ഡേറ്റ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ടൊരു കേസ് സ്റ്റഡി കൊടുക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോഴും ചിലപ്പം നിങ്ങളവിടെ ഒരു ഫ്രഷ് SEO ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് SEO ആയിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ വരുന്ന എൻക്വയറീസിനും വേണമെങ്കിൽ ചിലപ്പം നിങ്ങളുടെ കേസ് സ്റ്റഡി അവർ ചോദിച്ചെന്ന് വരാം, കമ്പനീസിന് ചോദിക്കാം. ഇപ്പോൾ ഹിഷാം 4 വർഷമായി SEOയിൽ ഒരു നല്ല കമ്പനിയിൽ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യണം, പ്രോജക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു എൻക്വയറി വന്നു. അപ്പോൾ ആ എൻക്വയറി നടത്തിയ കമ്പനിക്കാർ തന്നെ എന്ത് ചോദിച്ചു? ഇന്ന കാറ്റഗറിയിൽ നിങ്ങൾക്ക് കേസ് സ്റ്റഡി വല്ലതും ഉണ്ടോ? അപ്പോൾ ആ കമ്പനി അതുപോലത്തെ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനി ഹിഷാമിൻ്റെ അടുത്ത് എന്ത് ചോദിക്കാം? ഹിഷാം ഇതുപോലത്തെ വർക്ക് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേസ് സ്റ്റഡി കൊടുക്കാനായിട്ട് ഡോക്യുമെൻ്റ് ഉണ്ടോ എന്ന് ചിലപ്പോൾ അവർ ചോദിക്കാം. അപ്പോഴും നമുക്ക് ആ ഡോക്യുമെൻ്റ് ഉപകാരപ്പെടും എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുന്നത് വഴി വെബ്സൈറ്റിൻ്റെ
സ്റ്റാറ്റസ് റിപ്പോർട്ട് ഡീറ്റെയിൽസ് എന്താണ് ആ വെബ്സൈറ്റിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കേസ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, സ്ക്രീൻഷോട്ട് അടക്കമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ടിനകത്ത് ഉണ്ടാകും. ആ റിപ്പോർട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റേജസിനെ നമുക്ക് വിലയിരുത്താനും ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റാറ്റസ് റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കമ്പനിയെ ജോയിൻ ചെയ്യുന്ന സമയത്തും അതുപോലെ ഫ്രീലാൻസ് വർക്ക് ഒക്കെ കിട്ടുന്ന സമയത്ത്, എൻക്വയറീസ് കിട്ടുന്ന സമയത്തും, അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു കേസ് സ്റ്റഡി ഒക്കെ സമർപ്പിക്കേണ്ടി വരുന്ന സിറ്റുവേഷനിലൊക്കെ നമുക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട്. ഇനി നമുക്ക് വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് എന്ന് പറയുന്ന സംഗതിയുടെ വർക്ക് എന്തൊക്കെയാണെന്നുള്ള ഒരു സംഗതിയിലേക്ക് പോകാം. എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൻ്റെ അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വേർഡിൻ്റെ ഡോക്യുമെൻ്റ് ഫയൽ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു വേർഡ് ഫയൽ ഓപ്പൺ ആക്കി വയ്ക്കുക. അതിൻ്റെ ഹെഡിങ് കൊടുക്കുക, വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഓഫ് വെബ്സൈറ്റ് ആസ് ഓൺ എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ് ഹെഡിങ് കൊടുക്കുക. അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഗൂഗിൾ വിസിബിലിറ്റി. അപ്പോൾ നിങ്ങൾ ആദ്യം വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സാണ് ഗൂഗിൾ വിസിബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ വിസിബിലിറ്റി ചെക്ക് ചെയ്യാം. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് സൈറ്റ് SITE എന്നടിച്ചിട്ട് ഫുൾ കോളം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ സൈറ്റ് ഫുൾ കോളം softloom.com എന്ന് അടിക്കുമ്പോൾ ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്ത് കാണിക്കുന്ന ഈ റിസൾട്ടാണ് ആ വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി. സോഫ്റ്റ്ലൂമിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഗൂഗിൾ വിസിബിലിറ്റി എന്ന് പറയുന്നത് 10,060. സോറി, 1060. ഓക്കെ, തെറ്റിപ്പോയി, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഓക്കെ, 1060 റിസൾട്ടാണ്. അപ്പോൾ എന്താണ് ഗൂഗിൾ വിസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഗൂഗിൾ വിസിബിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ വിസിബിലിറ്റി എന്ന് മീൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ ഉണ്ട്. ഒരു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര URLs ഗൂഗിളിൽ വിസിബിൾ ആണ് എന്നുള്ള നമ്പറാണ് ഗൂഗിൾ വിസിബിലിറ്റി. എങ്ങനെ ചെക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാം. വെറുതെ ഗൂഗിൾ എടുത്തിട്ട് സൈറ്റ് SITE ഫുൾ കോളൻ അവിടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഒരു കാരണവശാലും സ്പേസ് കൊടുക്കരുത്. സൈറ്റ് ഫുൾ കോളൻ സ്പേസ് കൊടുത്തിട്ട് softloom.com എന്ന് അടിക്കുന്ന റിസൾട്ട് ഇതിനേക്കാൾ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ചിലപ്പോൾ 10 ഇരട്ടിയൊക്കെ ഉണ്ടാകാം. അതൊരിക്കലും അതിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി അല്ല, ഓടാണ്, വ്യത്യാസമുണ്ട്, തെറ്റാണ്. ഗൂഗിൾ വിസിബിലിറ്റി അടിക്കുമ്പോൾ സൈറ്റ് ഫുൾ കോളൻ സ്പേസ് ഒന്നും കൊടുക്കാതെ തന്നെ സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ഇനി നിങ്ങളുടെ വെബ്സൈറ്റ് സെർച്ച് കൺസോളിലൊക്കെ വെരിഫൈ ചെയ്തേക്കുന്നതൊക്കെ ഒരു HTTPS വെർഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ S വെർഷൻ അടിച്ചു കൊടുക്കാം. WWW വെർഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കാം. അപ്പം ഗൂഗിൾ വിസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ വിസിബിലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഏത് വെബ്സൈറ്റിനാണ് അനലൈസ് ചെയ്യുന്നത് ആ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര URLs ഗൂഗിളിൽ വിസിബിൾ ആണ്, ഒരു വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് എത്ര URLs ഗൂഗിളിൽ വിസിബിൾ ആണെന്ന് കാണിക്കുന്നതാണ് ഗൂഗിൾ വിസിബിലിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം? വെറുതെ ഗൂഗിൾ എടുക്കുക, ഗൂഗിളിനകത്ത് സൈറ്റ് ഫുൾ കോളൻ സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അവിടെ എത്ര റിസൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്നിപ്പിംഗ് ടൂൾ പോലെ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ ഒരു നമ്പർ മാത്രം കാണുന്ന രീതിയിൽ എടുക്കാതെ നമുക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇനി എന്താണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് ഞാൻ പറഞ്ഞത്. ഇതുപോലെ സ്നിപ്പിംഗ് ടൂൾ പോലെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗൂഗിളിൽ നമ്മൾ സൈറ്റ് ഫുൾ കോളൻ google.com അടിച്ചപ്പോൾ നമുക്ക് എത്ര റിസൾട്ട് കിട്ടിയെന്ന് കാണിക്കുക. എന്നിട്ട് ഇതിനെ സേവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്നിപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞ ടൂളാണ്. വിൻഡോസ് പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് കിടപ്പുണ്ടാവും. സ്നിപ്പിംഗ് ടൂൾ എന്ന് സ്റ്റാർട്ടറിൽ സ്റ്റാർട്ട് ഈ സെർച്ച് ചെയ്യുന്നിടത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ കിട്ടും. അവിടെ ന്യൂ കൊടുക്കുക. നമ്മൾ ഏത് പോർഷനാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെ സേവ് ചെയ്ത് വയ്ക്കുക. ഇതിനെ സേവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വെബ്സൈറ്റ് അനാലിസിസിൻ്റെ റിപ്പോർട്ടിനകത്ത് ഗൂഗിൾ വിസിബിലിറ്റി എന്ന് കാണിക്കേണ്ട താഴെ കൊടുക്കുക. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ വിസിബിലിറ്റി ഓഫ് ദി softloom.com ആസ് ഓൺ 15th November 2021 ഈസ് 1060 എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അടിക്കുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. സ്ക്രീൻഷോട്ടും വയ്ക്കുക. ഇനി സ്ക്രീൻഷോട്ട് വയ്ക്കുന്നത് കൊണ്ടും വയ്ക്കാതിരിക്കുന്നതുകൊണ്ടുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കമ്പനി ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് നിങ്ങളുടെ അപ്രൈസലിന് വേണ്ടിയിട്ടുള്ള 1 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് പെർമനൻ്റ് ആക്കാനും നിങ്ങളുടെ സാലറി കൂട്ടാമെന്നൊക്കെ പറഞ്ഞായിരിക്കും നിങ്ങളെ അവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കമ്പനി അങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്.
മെയിനായിട്ടുള്ള പ്രശ്നം അവർക്ക് ബിസിനസ്സിലും കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വളരെ വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളിനെ എടുത്താൽ മതി എന്നുള്ളതാണ് അവരുടെയൊക്കെ താല്പര്യം. വർക്ക് ചെയ്യാൻ അറിയാമോ എന്നുള്ളത് ഡൗട്ടുള്ളത് കൂടി കൊണ്ടാണ് ഒരു മാസം നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കൂ, നിങ്ങളെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് സാലറി കൂടി തരാം എന്നൊക്കെ പറഞ്ഞെടുക്കുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. അപ്പോൾ നമ്മൾ ഒരു മാസം കഴിയുമ്പം നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ബോർഡ് മീറ്റിംഗ് വെച്ചു. നിങ്ങളുടെ ഒരു മാസത്തെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ, റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാകും. ആ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ പറയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി 15 ആയിരുന്നു, അത് ഞാൻ ഒരു മാസം കൊണ്ട് 150 വിസിബിൾ പേജസ് ആക്കി, ബാക്കി എല്ലാ പേജുകളെയും ഒപ്റ്റിമൈസ് ചെയ്ത് ഗൂഗിളിൽ വിസിബിൾ ആകുന്ന രീതിയിലാക്കി. എന്നാൽ അവിടെ ഇരിക്കുന്ന ഒരു സീനിയർ ബോർഡ് മെമ്പർ നമ്മളത് ചോദിച്ചു, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 15 ആയിരുന്നു എന്നുള്ളതിന് എന്താ തെളിവ്? ഉറപ്പായിട്ട് ബോർഡ് മെമ്പേഴ്സിൽ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ വളരെ തന്നെ അസ്ത്രം പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 15 ആയിരുന്നു എന്നുള്ളതിന് എന്താ തെളിവ്? അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അതെടുത്ത് കാണിച്ചാൽ മതി. നിങ്ങൾ വെബ്സൈറ്റ് അനാലിസിസ് ഇനിഷ്യൽ അനാലിസിസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം അതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേസ് സ്റ്റഡി വരുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെബ്സൈറ്റ് ഗൂഗിൾ വിസിബിലിറ്റി ഇത്രയായിരുന്നു, നിങ്ങൾ 1 മന്ത് കൊണ്ട് അതിൻ്റെ വിസിബിലിറ്റി ഇത്രയാക്കി, അത് നിങ്ങളെ പ്രോഗ്രസ് ചാർട്ടാണ്. ആ ചാർട്ട് നിങ്ങളുടെ കേസ് സ്റ്റഡിക്കകത്ത് വളരെ വലിയ വില കൊടുത്ത് കിട്ടുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കുന്ന സംഗതിയാണ് ഗൂഗിൾ വിസിബിലിറ്റി. ഗൂഗിൾ വിസിബിലിറ്റി എന്താണ് നമ്മൾ പഠിച്ചു, ഒരു വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് എത്ര URLs ഗൂഗിളിൽ വിസിബിൾ ആണെന്ന് നോക്കുന്നതാണ്. അത് നോക്കാൻ വളരെ സിമ്പിളാണ്. ഇത് നോക്കാൻ വേറെ ടൂളുകളൊക്കെ ഉണ്ട് ഗൂഗിൾ വിസിബിലിറ്റി നോക്കാൻ. നമ്മൾ സിമ്പിളായിട്ട് ഗൂഗിൾ എടുത്തിട്ട് സൈറ്റ് ഫുൾ കോളൻ വെബ്സൈറ്റ് അഡ്രസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര റിസൾട്ടാണ് അവിടെ കാണിക്കുന്നത് അവിടെ. പക്ഷേ ഒരു ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നതിനകത്തും ഗൂഗിളിനകത്ത് തന്നെ സെർച്ച് ചെയ്യുന്നതിനകത്തുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഇന്ന് 1060 ആണ് കാണിക്കുന്നത് വെച്ചോ. സോഫ്റ്റ് ലൂമിൻ്റെ ഗൂഗിൾ ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്നോ ചെയ്തതായിട്ടുള്ള ഒരു ആൽഗോരിതം ചേഞ്ച് ഇന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിഫ്രഷ് ചെയ്ത് കളഞ്ഞെന്ന് വെച്ചോ. ഇതിനകത്ത് വളരെ വലുതായിട്ടുള്ള വ്യത്യാസം വരാം. ചിലപ്പോൾ ഇന്ന് 1060 കാണിക്കുന്നു, നാളെ 1250 കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴൊരു സ്ട്രോങ് ഫിൽറ്റർ ഗൂഗിളിനകത്ത് അവരുടെ ആൽഗോരിതം വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഫിൽറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഒരുപാട് റിസൾട്ടുകൾ അവർ തടഞ്ഞു വെച്ചിരിക്കുന്നു. എന്നാൽ അതിനെ റിഫ്രഷ് ചെയ്യുന്ന വെച്ചോ, ഇന്ന് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കോ 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കോ ആ ഫിൽറ്ററിനെ അവർ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും, റിസൾട്ടിൻ്റെ വലിയ വേരിയേഷൻ കാണാൻ പറ്റും. ഇന്ന് 1060 കാണിക്കുന്നു, ഇന്ന് രാത്രി സ്ട്രോങ് ആയിട്ടുള്ള ആൽഗോരിതം ഫിൽറ്റർ ആഡ് ചെയ്തെന്ന് വെച്ചവർ ഒരു ഹൈ വ്യത്യാസം അല്ലെങ്കിൽ ഒരു വലിയ വ്യത്യാസം റിസൾട്ടിനകത്ത് ഉണ്ടാക്കുന്ന ഒരു സ്ട്രോങ് ചേഞ്ച് അവർ ആൽഗോരിതത്തിനകത്ത് ഇന്ന് രാത്രി വരുത്തിയാൽ നാളെ ഉറപ്പായിട്ട് ഇതിൻ്റെ റിസൾട്ടിൻ്റെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഡെയിലിയൊക്കെ ഉള്ള വരണതിനകത്ത് വ്യത്യാസം ഉണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ 1060 കാണിക്കുന്നത് നാളെ 1055 കാണിക്കാം. ചില 5 പേജസ് അവരുടെ ഡാറ്റാബേസിനകത്ത് നിന്ന് റിമൂവ് ചെയ്യപ്പെടാം. ഇനി നമ്മൾ തന്നെ ഏതെങ്കിലും വെബ് പേജുകൾ ഗൂഗിൾ ക്രോൾ ചെയ്യേണ്ടെന്നുള്ള നിർദ്ദേശം ഇന്ന് കൊടുത്തെന്ന് വെച്ചോ, അതിൽ വ്യത്യാസം വരാം. എങ്ങനെ, നമ്മൾ റോബോട്ടിക്സ് ചെയ്തിട്ടോ നമ്മളെ വെബ് പേജിനകത്ത് നിന്ന് ഏതെങ്കിലും പേജ് ക്രോളബിൾ അല്ലാതാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇവിടെ വ്യത്യാസം കാണിക്കും, നമ്മളുടെ ഗൂഗിൾ വിസിബിലിറ്റിക്കകത്ത് വ്യത്യാസം കാണിക്കും. ഒരുപാട് കോംപ്ലക്സ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഒരു സ്ട്രിക്റ്റ് ആൽഗോരിതം ചേഞ്ച് നടത്തുന്ന സമയത്ത്, ഒരു സ്ട്രോങ് ഫിൽറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യപ്പെടാം, നിങ്ങളുടെ വിസിബിൾ പേജസിനകത്ത് ഗണ്യമായിട്ടുള്ള കുറവുകൾ വന്നെന്നിരിക്കാം. എന്നാൽ അതൊരു എപ്പോഴും അങ്ങനെ നിൽക്കണമെന്നില്ല. അത് റിഫ്രഷ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിലോ ആ ആൽഗോരിതത്തിൻ്റെ അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ഒരു ആൽഗോരിതം ചേഞ്ച് അവർ 2-3 ദിവസം കഴിഞ്ഞിട്ട് നടത്തി കഴിഞ്ഞാലോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ബേസിൽ അവർക്ക് റാങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് പ്രസൻസ് കാണിക്കാൻ പറ്റുന്ന പേജസ് ആണെന്നുണ്ടെങ്കിൽ, ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പേജസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഴയ വിസിബിലിറ്റിയിലോട്ട് തിരിച്ചു വരാം, ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ ഗൂഗിൾ വിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന രീതി സൈറ്റ് ഫുൾ കോളൻ വെബ്സൈറ്റ് അഡ്രസ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് എത്ര റിസൾട്ട് ഗൂഗിളിനകത്ത് കാണിക്കുന്നു, ഇതാണ് ഗൂഗിൾ വിസിബിലിറ്റി. ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പേജസ് അവൈലബിൾ ഇൻ ഗൂഗിൾ. നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേജസ് ഗൂഗിളിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ള ഡേറ്റ കാണിക്കുന്ന, നമ്പർ കാണിക്കുന്ന റിസൾട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത വെബ്സൈറ്റ് അനാലിസിസിൻ്റെ നമ്മളുടെ ഡോക്യുമെൻറ്റിനകത്ത് നമുക്ക് രണ്ടാമത് കൊടുക്കുന്ന ഒരു സബ് ഹെഡിങ്ങിലേക്ക് പോകാം. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ് വെബ്സൈറ്റിൻ്റെ ഏജ്. വെബ്സൈറ്റിൻ്റെ ഏജ് നമ്മൾ ചെക്ക് ചെയ്യാനാണ് ഇനി പഠിക്കാൻ പോണത്. അവിടെ നമ്മൾ സബ് ഹെഡിങ് ആയിട്ട് എന്തെഴുതും, വെബ്സൈറ്റിൻ്റെ ഏജ് എന്ന് എഴുതും. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, വെബ്സൈറ്റിൻ്റെ ഏജും SEO തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
ഉറപ്പായിട്ടും ബന്ധമുണ്ട്. ഈ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റുകൾക്ക് എന്ത് കിട്ടാം? കുറച്ചുകൂടെ ട്രസ്റ്റ് വാല്യൂ കിട്ടാം. അല്പം ഏജുള്ള വെബ്സൈറ്റുകൾക്ക് കൂടുതൽ ട്രസ്റ്റ് വാല്യൂ കിട്ടാം, ഗൂഗിൾ വിസിബിലിറ്റി ചിലപ്പോൾ കൂടുതൽ കിട്ടാം, ചിലപ്പം പേജ് റാങ്ക് പോലെയുള്ള ഫീച്ചേഴ്സ് കിട്ടാം, പേജ് അതോറിറ്റി കൂടുതൽ കിട്ടാം, ട്രാഫിക് റാങ്കിങ് കിട്ടാം. ഇതിൻ്റെ കീഴിലുള്ള മെക്കാനിസം ഇതാണ്. ഉദാഹരണത്തിന് libin.com എന്നുള്ള വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായി. എന്നാൽ arundev.com എന്നുള്ള വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 months ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി പഴക്കമുള്ള ഒരു 5 വർഷത്തെ പഴക്കം ചിലപ്പം ചില സിറ്റുവേഷനിൽ ലിബിന് കുറച്ചുകൂടെ വിശ്വാസ്യത കൊടുക്കാം. എങ്ങനെ അത് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 വർഷത്തിനിടയ്ക്ക് ലിബിൻ സാറ്റിസ്ഫാക്ടറി ആയിട്ട് സർവീസ് കൊടുത്ത ചില കസ്റ്റമേഴ്സ് ഉണ്ടാകും. 5 വർഷമായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് വിറ്റതിൻ്റെയോ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് ആർക്ക് കിട്ടിയിട്ടുണ്ടാകും? ലിബിൻ്റെ വെബ്സൈറ്റിന് കിട്ടിയിട്ടുണ്ടാകും. അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഇൻട്രാക്ഷൻ ആകാം, ലിബിൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ കണ്ടിട്ടോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലിബിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് കണ്ടിട്ടോ ഒരു യൂസർ ലിബിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയതാകാം. ആ ഓപ്പൺ ആക്കി ഒരു സർവീസ് അവൈൽ ചെയ്ത ആൾ സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്തതാകാം. അയാളുടെ വെബ്സൈറ്റിൽ നിന്ന് ലിബിൻ്റെ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് ആഡ് ചെയ്തതാകാം. ലിബിൻ്റെ വെബ്സൈറ്റ് ഒരു ഡയറക്ടറിക്കകത്ത് ആഡ് ചെയ്ത്, ജസ്റ്റ് ഡയൽ പോലെയുള്ള ഡയറക്ടറിക്കകത്ത് ലിബിൻ്റെ വെബ്സൈറ്റ് ആഡ് ചെയ്ത് അതിനകത്ത് വിസിബിളായി വന്നതായിരിക്കാം. അല്ലെങ്കിൽ ലിബിൻ തന്നെ ഓൺലൈനായിട്ട് അഡ്വർടൈസ് ചെയ്ത് കുറേ ട്രാഫിക്കൊക്കെ ലിബിന് കിട്ടി, ആ സമയത്ത് അതിനെ ഗൂഗിൾ ക്രോൾ ചെയ്തോ കാര്യങ്ങളോ ചെയ്തതാകാം. ലിബിൻ SEO ചെയ്യാതെ തന്നെ ഗൂഗിൾ libin.com ക്രോൾ ചെയ്ത് അത് ഇന്ന സാധനങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണെന്ന് കണ്ടെത്തിയതാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ 5 വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ, നല്ല പ്രോഡക്റ്റ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഗുഡ് വില്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? നിങ്ങളുടെ വിശ്വാസ്യത കൂടാം. 5 വർഷത്തിനിടയ്ക്ക് ലിബിൻ 50 പേർക്ക് നല്ല സർവീസ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചോ, അതിൽ 1-2 ആൾക്കാർക്കെങ്കിലും ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാനോ അതിനൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയക്കാനോ ഒക്കെ ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തായിട്ട് മാറാം? ആ വെബ്സൈറ്റിൻ്റെ ഒരു 5 വർഷത്തിനിടയ്ക്കുള്ള വിശ്വാസ്യതയായിട്ട് കണക്കാക്കപ്പെടാം. വേറെ വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പോലുള്ള ഡയറക്ടറിക്കകത്ത് നിന്ന് libin.com വരാനുള്ള ലിങ്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഗൂഗിൾ എന്തായിട്ട് കണക്കാക്കും? റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കും. അതൊക്കെ ലിബിനെ ട്രസ്റ്റിന് കണക്കാക്കാം. ഇനി ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ സക്രിയയുടെ അടുത്ത് ചോദിച്ചു, സക്രിയയുടെ സ്ഥലം എവിടെ? ഇപ്പോൾ തൃശ്ശൂരാണ്, ഇന്ന സ്ഥലം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ആ സ്ഥലത്തുള്ള ഇന്ന ഹോട്ടൽ അറിയാം. അപ്പോൾ സക്രിയ പറയാണ് ഓക്കെ അറിയാം, നല്ല ഹോട്ടലാണ്, അവിടെ അറിയപ്പെടുന്ന ഹോട്ടലാണ്, അവിടെ നല്ല ബിരിയാണി കിട്ടും അല്ലെങ്കിൽ നല്ല ഫുഡ് ഐറ്റംസ് കിട്ടും, അവിടുത്തെ ഈ ഫുഡ് ഐറ്റംസ് സൂപ്പറാണ്, നമ്മളൊക്കെ ചെറുതിലേ പോയി കഴിക്കാറുണ്ടായിരുന്നു, വളരെ ഫേമസ് ആണ്, ഒത്തിരി വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറയുന്നു ആ ഹോട്ടലിനെ പറ്റി. എന്നാൽ വേറൊരു സ്ഥാപനത്തെ പറ്റി ചോദിച്ചു. സക്രിയ പറഞ്ഞു ആ എനിക്കറിയാം, ഇന്ന സ്ഥലത്തുള്ളതല്ലേ, ആ ഇത് കുറച്ച് നാളായി അവിടെ കണ്ടിട്ടുണ്ട്, ഒരു 6 മാസമായില്ലേ തുടങ്ങിയിട്ട് ഉണ്ടാവും, എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ആ ഹോട്ടലിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെയൊക്കെ പറയുന്ന 2 ഡയലോഗുകൾ നമുക്ക് കമ്പയർ നോക്കി. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനത്തിനെ പറ്റി ആൾക്കാർക്ക് നല്ല അഭിപ്രായം ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു 5 വർഷം പഴക്കമുള്ള ഒരു വെബ്സൈറ്റിന് ട്രസ്റ്റ് വാല്യൂ കൂടുതൽ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കിട്ടാം. ഇനി 5 വർഷമായിട്ടും ആ വെബ്സൈറ്റിൻ്റെ libin.com എന്ന വെബ്സൈറ്റിൻ്റെ ഒരു പേജ് പോലും ഗൂഗിൾ ക്രോൾ ചെയ്തിട്ടില്ല. അവിടെ ഗൂഗിൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാത്തൊരു വെബ്സൈറ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അത് ക്രോൾ ചെയ്യപ്പെടാത്തൊരു വെബ്സൈറ്റ് എന്നുള്ള നിലയ്ക്ക് ആ വിശ്വാസ്യത ഉണ്ടാവണമെന്നില്ല. മനസ്സിലായോ? 5 വർഷം പഴക്കം ഉണ്ടെങ്കിലും അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കിട്ടാം. ആ libin.com കൊടുത്ത സർവീസ് അവൈൽ ചെയ്ത ആൾക്കാരുടെ അഭിപ്രായങ്ങളോ സോഷ്യൽ മീഡിയയിലുള്ള മെൻഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ലിബിൻ തന്നെ ലിബിൻ്റെ വിസിറ്റിംഗ് കാർഡിലോ അല്ലെങ്കിൽ ലിബിൻ ഒരു നോട്ടീസ് അടിച്ച് ഇറക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിനകത്ത് എന്ത് ചെയ്തു? ബുക്ക്ലെറ്റിനകത്തോ ബ്രോഷറിനകത്തൊക്കെ libin.com വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തു. ഈ വെബ്സൈറ്റ് പല പ്രാവശ്യം ആൾക്കാർ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ചൊക്കെ libin.com എത്തിയിട്ടുണ്ട്, അവിടെ അവർ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, അന്നേരം ഗൂഗിൾ ക്രോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ ഗൂഗിൾ ഇതിനു മുമ്പേ ലിബിൻ്റെ പേജസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകാം? ചെറിയ ചെറിയ ട്രസ്റ്റ് വാല്യൂസ് കിട്ടാം. മനസ്സിലായോ? അപ്പോൾ അവിടെ നമ്മൾ രണ്ടാമത് നോക്കുന്നത് വെബ്സൈറ്റിൻ്റെ ഏജ് ആണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൻ്റെ ഏജ് ഒരു വെബ്സൈറ്റിൻ്റെ SEOനെ എന്തെങ്കിലും ഗുണം ചെയ്യുമോ? ഏജ്ഡായിട്ടുള്ള വെബ്സൈറ്റിന് SEO ചെയ്ത് കഴിഞ്ഞാൽ റാങ്കിങ് മെച്ചപ്പെടുമോ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട റാങ്കിങ് കിട്ടുമോ? ഏജ് കുറവായ വെബ്സൈറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കിട്ടാം. ഒരു 5 വർഷം പഴക്കമുള്ള വെബ്സൈറ്റ് നല്ല സർവീസൊക്കെ കൊടുത്ത ആൾക്കാരുടെ ഗുഡ് വിൽ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാകാം. എസ്പെഷ്യലി അവർക്ക് ഏതെങ്കിലും ഡയറക്ടറിൽ നിന്നോ വെബ്സൈറ്റുകളിൽ നിന്നോ ലിങ്കോ സോഷ്യൽ മീഡിയയിൽ നിന്ന് മെൻഷൻസോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടാം? ഉറപ്പായിട്ടും വിശ്വാസ്യത കിട്ടാം, ട്രസ്റ്റ് കിട്ടാം. അപ്പം സൈറ്റിൻ്റെ ഏജ് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പഠിക്കുന്ന സൈറ്റിൻ്റെ ഏജ് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൂള് ആർക്കൈവ് സൈറ്റുകൾ എന്നറിയപ്പെടുന്ന ഒരു കാറ്റഗറി ആർക്കൈവ് എന്ന് പറയും.
വെബ് ആർക്കൈവ് സൈറ്റുകളാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നല്ല വെബ് ആർക്കൈവ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേബാക്ക് മെഷീൻ എന്നുള്ളൊരു സാധനം പഠിക്കുക. വേബാക്ക് മെഷീൻ വെബ് ആർക്കൈവ് സൈറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ആർക്കൈവ് സൈറ്റുകൾ എന്ന് പഠിക്കുക. ആർച്ചീവ് എന്നാണ് നമ്മൾ എഴുതുക. ARCHIVE ആർക്കൈവ് എന്നാണ് വായിക്കുക. എൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ്. അതിനൊരു ഉദാഹരണം വേബാക്ക് മെഷീൻ. നമ്മൾ തിരിച്ചു വരാം. എന്താണ് ആർക്കൈവ് സൈറ്റ്സ് അല്ലെങ്കിൽ ആർക്കൈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറയാമോ? ആർക്കൈവ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? റെക്കോർഡുകൾ എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം വയ്ക്കാം. കേട്ടിട്ടുണ്ട് അല്ലേ? ആർക്കൈവ്സ് നമ്മൾ പഴയ പ്രമാണങ്ങളൊക്കെ വെച്ചേക്കുന്നതിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഴയ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൈവ്സ് എന്ന് തന്നെ പറയാം. വെബ് ആർക്കൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ പഴയകാല ഡേറ്റ റെക്കോർഡുകളെ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകളെയൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ഡേറ്റാബേസ് വെബ്സൈറ്റുകളെയാണ് ആർക്കൈവ് സൈറ്റുകൾ എന്ന് പറയുന്നത്. വെബ് ആർക്കൈവ് സൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ പഴയകാല റെക്കോർഡുകൾ, സ്ക്രീൻഷോട്ടുകൾ, പേജസിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡേറ്റാസ് ഒക്കെ സേവ് ചെയ്ത് വെക്കുന്ന ഡേറ്റാബേസ് സൈറ്റിന് പറയുന്ന പേരാണ് ആർക്കൈവ്. വെബ് ആർക്കൈവ് സൈറ്റുകൾ, ആർക്കൈവ്. വേബാക്ക് മെഷീൻ നമുക്ക് ഇവിടെ ഉദാഹരണമായിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ആർക്കൈവ് സൈറ്റാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ ഏജ് നോക്കുന്ന ഒരു ടൂളായിട്ട് നമുക്ക് ആർക്കൈവ് സൈറ്റിനെ നോക്കാം. ഇനി നമ്മൾ ആർക്കൈവ് സൈറ്റിനെ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പഠിക്കുന്ന ഉദാഹരണമായിട്ടുള്ള വേബാക്ക് മെഷീൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഏത് വെബ്സൈറ്റിനാണോ അനലൈസ് ചെയ്യുന്നത് ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ SEOzooms.com എന്ന വെബ്സൈറ്റാണ് അടിച്ചു കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ആർക്കൈവ് സൈറ്റിൻ്റെ വെബ്സൈറ്റ് എടുക്കുക, അല്ലെങ്കിൽ വേബാക്ക് മെഷീൻ എന്നുള്ള ഈ ആർക്കൈവ് സൈറ്റ് എടുത്തു. അപ്പോൾ അതിനകത്ത് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. ബ്രൗസ് ഹിസ്റ്ററി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കൈവ് സൈറ്റിനകത്തുള്ള ഡേറ്റ നമുക്കിവിടെ ഓപ്പണായി കിട്ടും. അപ്പോൾ ഇവിടെ വേബാക്ക് മെഷീൻ എന്നുള്ള ആർക്കൈവ് സൈറ്റാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് SEOzooms എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രാക്ടിക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ അവിടെ കണ്ടോ, ഈ വെബ്സൈറ്റ് എന്ന് മുതൽ ഇതിൻ്റെ ഡേറ്റ ആർക്കൈവ് സൈറ്റിനകത്ത് അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2012 മുതൽ ഈ വെബ്സൈറ്റിൻ്റെ ഡേറ്റ എവിടെ അവൈലബിൾ ആണ്? ആർക്കൈവ് സൈറ്റ് എന്ന് പറയുന്ന ഈ ഡേറ്റാബേസ് സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ വെബ് ആർക്കൈവ് സൈറ്റുകളെന്നെ പറ്റി നമ്മൾ പഠിച്ചു. വെബ് പേജുകളുടെ അല്ലെങ്കിൽ വെബ്സൈറ്റുകളുടെ പഴയകാല സ്ക്രീൻഷോട്ടുകൾ, ഡേറ്റയൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു ഡേറ്റാബേസ് വെബ്സൈറ്റാണ് ആർക്കൈവ് സൈറ്റുകൾ. ഇവിടെ വേബാക്ക് മെഷീൻ എന്ന് പറഞ്ഞ ആർക്കൈവ് സൈറ്റ് എടുത്തിട്ട് നമ്മൾ SEOzooms.com എന്ന വെബ്സൈറ്റ് അടിച്ചു കൊടുത്തപ്പോൾ ഇവിടെ 2012 മുതലുള്ള ഡേറ്റ അവൈലബിൾ ആണ്. ഇതിന് തൊട്ട് മുമ്പിലോട്ടൊന്നും ഡേറ്റ ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ വെബ്സൈറ്റ് തുടങ്ങിയത് 2012-ലാണ്. 2012 മുതൽ ഇത് അവൈലബിൾ ആണ്. ഇനി നമുക്കവിടെ ഒരു ഹൈപ്പോത്തറ്റിക്കലി പറയാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. ഈ വെബ്സൈറ്റ് 2011 സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചു. പക്ഷെ 2011 അതിൻ്റെ ഡേറ്റ ഒന്നും എവിടെ അവൈലബിൾ അല്ല? ആർക്കൈവ് സൈറ്റിനകത്ത് അവൈലബിൾ അല്ല. എങ്കിൽ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഏജ് നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഏത് വഴി അറിയാൻ പറ്റുന്നില്ല? ആർക്കൈവ് സൈറ്റ് വഴി അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വരാം. 2011 വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു ക്യാച്ചും അതിനകത്തില്ല. ഈ ഡേറ്റ സേവ് ചെയ്യുന്ന സൈറ്റിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും മൊത്തത്തിലൊരു വെബ്സൈറ്റിൻ്റെ ഏജ് ഇവിടുത്തെ ഒരു വെബ് കണ്ടീഷനിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തേ പറയാൻ പറ്റത്തുള്ളൂ? 2012 മുതൽ ഇത് അവൈലബിൾ ആണെന്നുള്ളതിനുള്ള ഡേറ്റ നമ്മളെ കയ്യിലുണ്ട്, അവൈലബിൾ ആണ്. പക്ഷേ 2011 തുടങ്ങിയതായിട്ടുള്ള തെളിവുകളൊന്നും നമ്മളെ കയ്യിലില്ല. മനസ്സിലായോ? അപ്പോൾ അവിടെ ഈ വെബ്സൈറ്റ് എന്ന് മുതലാണ് ഇതിൻ്റെ ആർക്കൈവ് സൈറ്റിനകത്ത് ഇതിൻ്റെ ഡേറ്റകൾ കിടക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. ഇനി ഇവിടെ നോക്കിയേ, 2012 ജനുവരി മാസത്തിൽ 7-ാം തീയതി ഒരു ക്യാച്ച് ഇവിടെ ഉണ്ട്, ഒരു സ്നാപ്ഷോട്ട് ഉണ്ട്. ഈ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്നാപ്ഷോട്ട് എവിടെ അവൈലബിൾ ആണ്? ഈ വേബാക്ക് മെഷീൻ എന്ന് പറഞ്ഞ ഡേറ്റാബേസ് സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെബ്രുവരി 9-ാം തീയതി ഒരു സ്ക്രീൻഷോട്ട് അവൈലബിൾ ആണ്. കണ്ടോ? അങ്ങനെ വളരെ പീരിയോഡിക്കലായിട്ട് വളരെ റെയറായിട്ട് ഇതിൻ്റെ ക്യാച്ച് നടന്നിട്ടുള്ളൂ. വീണ്ടും മാർച്ച് 10-ാം തീയതി ആയപ്പോഴത്തേക്ക് വീണ്ടും ഒരു ക്യാച്ച്, ഒരു സ്ക്രീൻഷോട്ട് കിടപ്പുണ്ട്. ആ സ്ക്രീൻഷോട്ട് കിടക്കുന്നതാണ് ഈ കളറായിട്ട് കാണിക്കുന്നത്. കണ്ടോ? ഒരു കളർ വ്യത്യാസം കാണുന്നില്ലേ? 7-ാം തീയതി ഒരു ക്യാച്ച് അവൈലബിൾ ആണ്, സ്ക്രീൻഷോട്ട് അവൈലബിൾ ആണ്. 9-ാം തീയതി ഫെബ്രുവരി 9-ാം തീയതി ഒരു സ്ക്രീൻഷോട്ട് അവൈലബിൾ ആണ്. മാർച്ച് 10-ാം തീയതി. ഒരുപക്ഷെ ഈ വെബ്സൈറ്റ് ഈ ജനുവരി 7-ാം തീയതി തുടങ്ങിയതാകാം, അല്ലെങ്കിൽ ജനുവരി 7-ാം തീയതിയാണ് ഈ വെബ്സൈറ്റിന് ആദ്യമായിട്ട് ആർക്കൈവ് സൈറ്റുകളുടെ വെബ് ക്രോളേഴ്സ് കണ്ടെത്തിക്കുന്നത്. ഇനി ഈ ആർക്കൈവ് സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെബ് ക്രോളേഴ്സ് ഉണ്ട്. ആ വെബ് ക്രോളേഴ്സ് ഈ വെബ്സൈറ്റിനെ ക്രോൾ ചെയ്തിട്ട് ഒരു സ്നാപ്ഷോട്ട് എടുക്കും. എങ്ങനെ?
ഗൂഗിളൊക്കെ എടുക്കുന്നത് പോലെ. നോർമലി നമ്മൾ SEO ചെയ്യുകയോ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ്ഡ് ആക്കുകയോ അതിലേക്ക് ലിങ്കുകളൊക്കെ വരിക ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആർക്കി സൈറ്റുകളുടെ ക്രോളർ എവിടെ എത്തും? ഇതുപോലെയുള്ള സൈറ്റുകളിലെത്തും. ഇനി അവിടെ വീണ്ടും ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മളെ വെബ് പേജ് 5 വർഷമായിട്ട് നിലവിലുണ്ട്. പക്ഷേ ഈ 5 വർഷത്തിന് ഒരു ഇടക്കാലത്ത് പോലും ഈ ആർക്കീവ് സൈറ്റുകളുടെ വെബ് ക്രോളേഴ്സ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് എത്തിയില്ല. അവിടെ നമുക്ക് ആ 5 വർഷം നമ്മുടെ വെബ്സൈറ്റ് ലൈവായിരുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു ആർക്കീവ് സൈറ്റുകളെ പിൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. 5 വർഷമായിട്ട് എൻ്റെ വെബ്സൈറ്റ് നിലവിലുണ്ടായിരുന്നു നമുക്ക് പറയാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. അതിനുള്ള തെളിവ് എവിടെയില്ല? ആർക്കീവ് സൈറ്റുകളിനകത്തൊന്നും ഇല്ല. അങ്ങനെ സിറ്റുവേഷൻസും വരാറുണ്ട്. അപ്പം ആർക്കീവ് സൈറ്റിനകത്ത് ഈ ജനുവരി 7-ാം തീയതിയാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നടക്കുന്നത്. ചിലപ്പോൾ ജനുവരി 1-ാം തീയതി തുടങ്ങിയിട്ടുണ്ടോ, അതിൻ്റെ ഡേറ്റ ഒന്നും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഇത് ജനുവരി 7-ാം തീയതിയാണ് തുടങ്ങിയത് നമുക്ക് നിർബന്ധം പറയാനും പറ്റത്തില്ല. ഇനി ഈ ഡേറ്റകളുടെ പ്രത്യേകത, ഈ വെബ്സൈറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അനലൈസ് ചെയ്യുന്ന വെബ്സൈറ്റ് ഏതാണോ അത് ഇതുപോലൊരു ടൂളിനകത്ത് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? അതിൻ്റെ ഏജ് എന്താണെന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഡേറ്റ എന്ന് മുതൽ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏജ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഈ വെബ്സൈറ്റ് ജനുവരി 7 അല്ലെങ്കിൽ ജനുവരി 2012 മുതലുള്ളത് കൊണ്ട് ഇത്ര വർഷത്തെ പഴക്കമുണ്ട്. അതിന് ഏജ് എത്രയായി? ഇത്ര വർഷമായി, 9 വർഷമായി എന്ന് പറയാം. പിടിയോ? കറക്റ്റ് അല്ലേ? 2022 ആകുമ്പോൾ 10 വർഷമാവും. അപ്പോൾ 9 വർഷം പഴക്കമുള്ള വെബ്സൈറ്റ് ആണ് SEOzooms.com എന്നുള്ളത് നമുക്ക് വിലയിരുത്താം. അത് നമുക്ക് അവിടെ എഴുതി വയ്ക്കാം. നമ്മൾ നേരത്തെ എഴുതിയ സബ് ഹെഡിങ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഏജിൻ്റെ താഴെ നമുക്ക് എഴുതി വയ്ക്കാം. ഏജ് SEO റാങ്കിങ്ങിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. എത്രത്തോളം വിശ്വാസ്യത ആ ഏജ് പീരീഡിനുള്ളിൽ ആ വെബ്സൈറ്റ് നേടിയെടുത്തോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 വർഷക്കാലത്ത് അല്ലെങ്കിൽ 9 വർഷക്കാലത്തിനിടയ്ക്ക് SEOzooms-ലേക്ക് ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? അത് ആ വെബ്സൈറ്റിനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് വർത്തിയാക്കും, അല്ലെങ്കിൽ വിശ്വാസത കൂടിയ സൈറ്റാക്കി മാറ്റും. ഇനി നമ്മൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ടിനകത്ത് ക്ലിക്ക് ചെയ്താൽ, ഉദാഹരണത്തിന് നമ്മളിവിടെ മൗസ് വയ്ക്കുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കാണിക്കണ്ടല്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിൽ മാസം 10-ാം തീയതി ഈ വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അന്നുള്ള ഈ വെബ്സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ആരെടുത്ത് വെച്ചിട്ടുണ്ട്? ഈ ആർക്കൈവ് സൈറ്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആർക്കൈവ് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ആർക്കൈവുകൾ എന്ന് പറഞ്ഞ ഈ പെട്ടി തുറക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ പറ്റിയുള്ള അന്നുണ്ടായിരുന്ന സ്ക്രീൻഷോട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ SEOzooms എന്നുള്ള വെബ്സൈറ്റ് 2012 ഏപ്രിൽ മാസം 10-ാം തീയതി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരു വെബ്സൈറ്റിൻ്റെ അനാലിസിസ് നടത്തുമ്പോൾ, വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ആർക്കൈവ് സൈറ്റ് പോലെയുള്ള സൈറ്റുകൾ നോക്കിയിട്ട് ഏജ് കണ്ടുപിടിച്ച് ഇതുപോലെ സ്ക്രീൻഷോട്ടുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ ഡോക്യുമെൻറ്റിനകത്ത് ഉൾപ്പെടുത്തണം. എസ്പെഷ്യലി നിങ്ങൾ ഒരു വെബ്സൈറ്റിൻ്റെ വർക്കിൻ്റെ എൻക്വയറി കിട്ടി അവർക്ക് പ്രപ്പോസൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ഉൾപ്പെടുത്തണം, വെബ്സൈറ്റ് അനാലിസിസിൻ്റെ റിപ്പോർട്ടിനകത്ത് വെക്കണം. അതുകൊണ്ടുള്ള പ്രയോജനം ഇതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 5 വർഷമോ 10 വർഷമോ പഴക്കമുള്ള ഒരു വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ അതിൻ്റെ 10 വർഷം മുമ്പുള്ള സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വെബ് ആർക്കൈവ് സൈറ്റുകളിനകത്ത് നിന്ന് കിട്ടിയാൽ അതെടുത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾ കൊടുക്കുന്ന പ്രപ്പോസലിൻ്റെ കൂടെയുള്ള വെബ്സൈറ്റ് അനാലിസിസിനകത്ത് വെച്ചാൽ അതിലേക്ക് ആ ക്ലയൻറ്റ് അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ഓണറിൻ്റെ ദൃഷ്ടികൾ വന്നാൽ അയാൾ അത് തന്നെ എടുത്ത് ഓപ്പൺ ആക്കി അനലൈസ് ചെയ്താൽ നിങ്ങൾ കൊടുക്കുന്ന പ്രപ്പോസൽ ഒന്ന് നോക്കിയാൽ ഈ ഏരിയക്കകത്തോട്ട് ഈ സ്ക്രീൻഷോട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടാൽ ചിലപ്പം ആരോ ഒന്ന് ചിന്തിപ്പിക്കാൻ സാധിക്കും. ഒരു കമ്പനിയുടെ ഓണർ, ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഓണറിന് ഹിഷാം കൊടുത്ത ഒരു വെബ്സൈറ്റ് അനാലിസിസിനകത്ത് 5 വർഷം മുമ്പുള്ള വെബ്സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തി. അപ്പോൾ അയാൾ ആ വെബ്സൈറ്റിൻ്റെ അനാലിസിസ് റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഈ വെബ്സൈറ്റ് 5 വർഷം മുമ്പേ, അയാളുടെ വെബ്സൈറ്റ് 5 വർഷം മുമ്പേ ഇരുന്ന ഒരു പെട്ടെന്ന് ആ ഒരു പിക്ചർ കൊടുക്കുമ്പോൾ അയാൾക്കത് ഓർമ്മ വന്നാൽ നമ്മുടെ വെബ്സൈറ്റ് 5 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ വർക്ക് ഒരു പരിധിവരെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ അവിടെ കൺവേർഷൻ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വർക്ക് എൻക്വയറി നടത്തിയതുപോലെ തന്നെ പുള്ളി വേറെ പല ആൾക്കാരുടെ അടുത്തുനിന്നും പ്രപ്പോസൽ മേടിച്ചിട്ടുണ്ടാവും. അങ്ങനെ പ്രപ്പോസലുകൾ നോക്കി കാണുമ്പോൾ നിങ്ങളുടെ പ്രപ്പോസലിനകത്ത് ആ വെബ്സൈറ്റിൻ്റെ പഴയകാല സ്ക്രീൻഷോട്ട് വെക്കുമ്പോൾ അയാളൊന്ന് ഒരു സെക്കൻഡ് ഞെട്ടിക്കാൻ പറ്റിയാൽ ചിലപ്പം നിങ്ങളുടെ റിപ്പോർട്ട് കുറച്ചുകൂടെ ഇംപ്രസീവ് ആകാം, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാം. മനസ്സിലാവുന്നുണ്ടോ? മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതിക്കകത്ത് എപ്പോഴും ഈ ഞെട്ടിക്കലാണ് ഒരു കൺവേർഷനിലേക്ക് കൊണ്ടുപോകുക. നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളൊരു ഷോപ്പിൽ പോയി ആ പ്രോഡക്റ്റ് നോക്കി അതിൻ്റെ വിലയൊക്കെ എടുത്ത് നോക്കി അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ എന്നൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത്
നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു പ്രോഡക്റ്റ് തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ആ പ്രോഡക്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്തപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടായി. കൊള്ളാം, അതൊന്ന് വാങ്ങിച്ചു നോക്കിയാലോ. സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് പാല് മേടിക്കാൻ വേണ്ടി ബേക്കറി പോകുമ്പോൾ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്വീറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അത് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ അവർക്ക് അത് രസകരമായിട്ട് കഴിക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മേടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നമ്മൾ ചോദിക്കുകയും നോക്കും, ഇതിൻ്റെ പേരെന്താ എന്തെങ്കിലും ചോദിക്കും ഇല്ലേ, നമ്മൾ ചോദിക്കുന്ന സമയം. ഇതുപോലെ പല പ്രോഡക്റ്റുകൾക്ക് നമുക്ക് തോന്നും. അന്നേരം നമ്മളൊക്കെ കാശുണ്ടെങ്കിൽ നമ്മൾ മേടിക്കാം. ഒരു വർക്ക് എൻക്വയറി ബിസിനസ് കൺവേർഷൻ നടത്തുന്ന തരത്തിലുള്ളൊരു ഒരു സംഗതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് മേടിക്കാനുള്ള ഒരാൾ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള സാധ്യതയാക്കി മാറ്റുന്ന ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് അയാൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഞെട്ടലാണ്. ആ ഞെട്ടലുകളാണ് എപ്പോഴും കൺവേർഷനിലേക്ക് പോവുക. നിങ്ങൾക്ക് വരുന്ന ഒരു എൻക്വയറി നിങ്ങൾ പോയി ആ ക്ലയൻറ്റിൻ്റെ മുമ്പേ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഞെട്ടൽ അവർക്ക് കൊടുക്കാൻ പറ്റും. ഞെട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് അടിപ്പിച്ച് ഞെട്ടിക്കണമല്ല, അയാളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയ ഞെട്ടൽ അവർക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്തുള്ള ഒരു ചെറിയ മരുന്നാണ് ഈ സംഗതി. എന്നാൽ ഈ വർക്ക് നിങ്ങൾ കൊടുത്തേക്കുന്ന ഈ പ്രപ്പോസലിനകത്ത് ഈ സ്ക്രീൻഷോട്ട് വെക്കുകയും ഈ സ്ക്രീൻഷോട്ട് ആരുടെ മുമ്പിൽ എത്തുകയും ചെയ്യണം, മുതലാളിയുടെ മുമ്പിൽ എത്തുകയും ചെയ്യണം. ഇനി മുതലാളിക്ക് ഓർമ്മക്കുറവൊന്നും ഉണ്ടാവാത്ത ആളും കൂടെ ആയിരിക്കണം കേട്ടോ. മുതലാളി എല്ലാം ഇപ്പം കണ്ട് നാളെ മറന്നു പോകുന്ന ആളാണെങ്കിൽ 5 വർഷം മുമ്പുണ്ടായിരുന്ന അയാളുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഐഡിയയും പുള്ളിക്ക് ഒരു മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ വെച്ച അരി വെന്തില്ല, അല്ലെങ്കിൽ നമ്മൾ വെച്ച അച്ചുകുണ്ടയിൽ പുള്ളി കൊളുത്തിയില്ല എന്ന് പറയും. പക്ഷേ ഇത് എടുത്തു വയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റും. നിങ്ങളുടെ വെബ്സൈറ്റ് ഇനി പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലയൻസ് നേരിട്ട് വിളിക്കുന്ന സീനുകൾ ഇവിടെ കൊച്ചിയിലൊക്കെ ഉണ്ട്. കമ്പനിയിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രപ്പോസലിൽ ഇംപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാൻ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആ ഒരു വെബ്സൈറ്റ് അനാലിസിസ് ചെയ്ത സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ വർക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ഒരു കൺവേർഷനുള്ള സാധ്യത കൂടിയാണ് ഈ സ്ക്രീൻഷോട്ട്. അപ്പം ഒരു വെബ്സൈറ്റിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ 2-3 വർഷം പഴക്കമുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ ആർക്കൈവ് സൈറ്റിനകത്ത് ഇപ്പോഴും കിട്ടുന്ന ആ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ അല്ലാതെ നേരത്തെ ഒരു ഡിസൈൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് മസ്റ്റായിട്ട് എടുത്തു വയ്ക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഒരു നല്ല രീതിയിൽ കൺവേർഷനുള്ള സാധ്യതയാണ്, ഒരു സംശയം വേണ്ട. ഇനി രണ്ടാമത്തെ കേസ്, നിങ്ങൾ എപ്പോഴെങ്കിലും കേസ് സ്റ്റഡിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് വളരെ ഗുണകരമാകും. ആ വെബ്സൈറ്റിൻ്റെ പഴയകാല സ്ക്രീൻഷോട്ട്, പിന്നീട് വന്നിരിക്കുന്ന ഡിസൈൻ ഫീച്ചേഴ്സ് അതൊക്കെ നിങ്ങൾ എടുത്തു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ SEO Zooms എന്നുള്ള വെബ്സൈറ്റിൻ്റെ 2010 അല്ലെങ്കിൽ 2012 ഏപ്രിൽ മാസം 10-ാം തീയതി ഉണ്ടായിരുന്ന സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഡിസൈനിൽ ആണ് ഈ വെബ്സൈറ്റ് ആദ്യം ഉണ്ടായിരുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അന്നുണ്ടായിരുന്ന കണ്ടൻറ്റ് വളരെ സിമ്പിളായിട്ടുള്ള സൈറ്റായിട്ടാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഈ സിമ്പിളായിട്ടുള്ള സൈറ്റ് ഇപ്പം എത്രത്തോളം അന്ന് എഫക്റ്റീവ് ആയിരുന്നെന്നും ഇന്ന് എത്രത്തോളം അത് എഫക്റ്റീവ് അല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അനാലിസിസിനകത്ത്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൻ്റെ ഏജ് നോക്കുന്ന ടൂളാണ് നമ്മൾ പഠിച്ചത്. ഏജ് നോക്കാൻ വേണ്ടി നമ്മൾ ആർക്കൈവ് സൈറ്റുകൾ പോലെ ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ ആർക്കൈവ് സൈറ്റാണ് വേബാക്ക് മെഷീൻ. അതിനകത്ത് നമുക്ക് വെബ്സൈറ്റിൻ്റെ പഴയകാല സ്ക്രീൻഷോട്ടുകൾ അവൈലബിൾ ആണ്, റെക്കോർഡാക്കി വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് വെബ്സൈറ്റിൻ്റെ അനാലിസിസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ഡോക്യുമെൻറ്റിനകത്ത് നിങ്ങൾ അടുത്ത് എഴുതേണ്ടത് പേജ് അതോറിറ്റി ഡൊമൈൻ അതോറിറ്റി എന്ന് എഴുതുക. ഒരു സെക്കൻഡ് പറഞ്ഞോ അശ്വിൻ, പറഞ്ഞോളൂ. ഒരുവിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേബാക്ക് മെഷീൻ്റെ ഒരു വെബ് ക്രോളർ ഉണ്ട്. ഗൂഗിളിനകത്തൊക്കെ ഉള്ള വെബ് ക്രോളർ, അതായത് ബോട്ട്സ് ഉണ്ട്. ഈ ബോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ടാകും, ഇതുപോലെയുള്ള വെബ്സൈറ്റുകളെ നിരന്തരം ക്രോൾ ചെയ്ത് അതിൻ്റെ ഡാറ്റ എടുക്കുന്നുണ്ടാവും. അങ്ങനെ ഡേറ്റ കണ്ടെത്തിയിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളുടെയും ഡേറ്റ വേബാക്ക് മെഷീനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് തന്നെ റോബോട്ട്സ് മെറ്റാടാഗ് എഴുതും. നല്ല ക്വസ്റ്റ്യനാണ് കേട്ടോ അശ്വിൻ, ഹോൾഡ് ചെയ്താൽ ഞാൻ പറയുന്നത് അത്രയും കേട്ടോ. നമ്മൾ റോബോട്ട്സ് മെറ്റാടാഗ് എഴുതത്തില്ലേ, റോബോട്ട്സ് മെറ്റാടാഗ് എഴുതുമ്പോൾ നമ്മളെ വെബ് പേജസ് വേബാക്ക് മെഷീൻ പോലെയുള്ള ആർക്കൈവ് സൈറ്റുകളിനകത്ത് ഉൾപ്പെടുത്താതിരിക്കാൻ നമുക്ക് പ്രത്യേകം കോഡ് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു റോബോട്ട്സ് സ്പേസ് കണ്ടന്റ് ഈസ് ഈക്വൽ ടു നോ ആർക്കൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വെബ് പേജുകളെ ആർക്കൈവ് സൈറ്റുകൾ എന്ത് ചെയ്യത്തില്ല, അവരുടെ ഡേറ്റാബേസിനകത്തോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ആർക്കൈവ് സൈറ്റുകളുടെ വെബ് ക്രോളേഴ്സിന് നമ്മൾ വെബ്സൈറ്റിനകത്തോട്ട് കടക്കാനുള്ള എൻട്രി നമ്മൾ
അടച്ചിരിക്കുന്നു, അവർക്ക് കടക്കാനുള്ള അധികാരം, അവകാശം അല്ലെങ്കിൽ അനുവാദം നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വെബ്സൈറ്റുകൾ മെറ്റാ ടാഗ് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിനകത്ത് മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു റോബോട്ട്സ്, കണ്ടന്റ് ഈസ് ഈക്വൽ ടു നോ ആർക്കൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മെറ്റാ ടാഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ആ വെബ്സൈറ്റിന്റെ ഒരു കാലത്തും ആ മെറ്റാ ടാഗ് എടുത്ത് കളയുന്നത് വരെയും ആർക്കൈവ് സൈറ്റുകളുടെ വെബ് ക്രോളേഴ്സിന് നമ്മളെ വെബ്സൈറ്റിനകത്തേക്ക് കടന്ന് അതിന്റെ ഡാറ്റ അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അശ്വിൻ ചോദിച്ചത് എല്ലാ വെബ്സൈറ്റുകളെയും നമുക്ക് ആർക്കൈവ് സൈറ്റിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റുമോ, അതിന് പരിമിതികളുണ്ടോ? രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കുന്നത്. വെബ്സൈറ്റ് നിങ്ങളുടെ റോബോട്ട്സ് മെറ്റാ ടാഗ് ഇട്ടിട്ട് ഒരു ബോട്ട്സിനെയും കടക്കാതെ ഒരു മെറ്റാ ടാഗ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ റോബോട്ട്സ് TXT ഫയലിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്അലോ കൊടുത്തിട്ടുണ്ട്. ഒരു വെബ് ക്രോളേഴ്സിനും അതിനകത്ത് കടക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ആർക്കൈവ് സൈറ്റിനും നിങ്ങളുടെ വെബ് പേജിന്റെ എൻട്രി ഉണ്ടാവത്തില്ല, ഒരു സംശയം വേണ്ട. അതുപോലെ ചില ആൾക്കാർ വെബ്സൈറ്റുകളെ ഗൂഗിളിനൊക്കെ ക്രോൾ ചെയ്യാൻ അനുവാദം തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആർക്കൈവ് സൈറ്റുകളുടെ ബോട്ടിനെ കടക്കാൻ അനുവാദം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആർക്കൈവ് സൈറ്റുകളുടെ പരിമിതികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില വെബ്സൈറ്റുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, അവരുടെ വെബ് ക്രോളേഴ്സിനെ കടക്കാൻ അനുവാദം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒരു 100 വെബ്സൈറ്റ് എടുക്കുമ്പം 2 വെബ്സൈറ്റൊക്കെ ഇതുപോലെ ഈ ആർക്കൈവ് സൈറ്റിനകത്ത് ഡേറ്റ അവൈലബിൾ അല്ലാതായി കിടക്കാം. ഇനി അശ്വിൻ ചോദിച്ച ക്വസ്റ്റ്യനകത്ത് തന്നെ നിന്നുകൊണ്ട് ഒരു പുതിയ വെബ്സൈറ്റ് sakriya.com എന്നുള്ള വെബ്സൈറ്റ് കഴിഞ്ഞ ആഴ്ച സക്രിയ സ്റ്റാർട്ട് ചെയ്തു. ആർക്കൈവ് സൈറ്റിനകത്ത് അതിനകത്ത് ഡേറ്റ അവൈലബിൾ ഒന്നും ചെയ്തില്ല. വെബ്സൈറ്റ് വെറുതെ ക്രിയേറ്റ് ചെയ്ത് പേജൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. SEO ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ആർക്കൈവ് സൈറ്റിനകത്ത് ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20% ചാൻസേ ഉണ്ടാകും. എന്നാൽ സക്രിയ എന്ത് ചെയ്തു തുടങ്ങി, ആ വെബ്സൈറ്റിന് വഴി കുറേ സെയിൽസ് ഒക്കെ നടത്താൻ തുടങ്ങി, കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, ബിസിനസ്സൊക്കെ നടന്നു തുടങ്ങി. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 95% ആർക്കൈവ് സൈറ്റിനകത്ത് അത് ഉടനെ തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിടിയിട്ടോ? ഒന്നും നടക്കാതെ വെറുതെ ഒരു സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിനകത്ത് ഒരു കാര്യം നടക്കില്ല, ആരും വിസിറ്റ് ചെയ്യുന്നില്ല, വെറുതെ ഒരു പടമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആരും ഓപ്പൺ ആക്കാറുമില്ല, വിസിറ്റ് ചെയ്യാറുമില്ല. ആർക്കൈവ് സൈറ്റിന്റെ വെബ് ക്രോളേഴ്സ് അവിടെ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഈവൻ ഡിഫക്റ്റ് ഉണ്ട്. ചില വെബ്സൈറ്റുകൾ ആർക്കൈവ് സൈറ്റുകൾ ഇനേബിൾ ചെയ്തേക്കുന്നത് കൊണ്ട് ഉള്ള പ്രശ്നം, അവർ പണ്ട് വേറെ എന്തെങ്കിലും ബിസിനസ്സാണ് ആ വെബ്സൈറ്റ് ചെയ്തിരുന്നതെങ്കിൽ അത് ആൾക്കാർക്ക് അറിയാൻ പറ്റും. ആർക്കൈവ് സൈറ്റുകളുടെ ഒരു വലിയ പ്രശ്നം അതൊരു ഡിഫക്റ്റാണ്. അബിയാണ് ഡിഫക്റ്റ് ചോദിച്ചത്. ഡിഫക്റ്റിൻ്റെ ഒരു സംഗതി ഇതാണ്. ഉദാഹരണത്തിന് abi.com എന്നുള്ള വെബ്സൈറ്റ് ഒരു പ്രിന്റിംഗ് കമ്പനിയുടെ വെബ്സൈറ്റ് ആയിരുന്നു. abi.com abi.com എന്ന വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ആദ്യം അതൊരു പ്രിന്റിംഗ് കമ്പനിയുടെ വെബ്സൈറ്റ് ആയിരുന്നു. അപ്പോൾ ആ വെബ്സൈറ്റിനകത്ത് പേജസ് ഒക്കെ ആഡ് ചെയ്ത് പ്രിന്റിംഗ് സർവീസുകൾ പലതരത്തിലുള്ള മൾട്ടി പ്രിന്റിംഗ്, ഓഫ്സെറ്റ് പ്രിന്റിംഗ് സർവീസുകളൊക്കെ ഓഫർ ചെയ്തിരുന്നു, സ്ക്രീൻ പ്രിന്റിംഗ്, അങ്ങനെ പലതരത്തിലുള്ള പ്രിന്റിംഗ് സർവീസൊക്കെ ഓഫർ ചെയ്തിരുന്ന ഒരു വെബ്സൈറ്റ് ആയിരുന്നു abi.com. കുറേ നാൾ ഇവർ പ്രിന്റിംഗ് കമ്പനിയൊക്കെ നടത്തിയിരുന്നിട്ട് ഇതേ വെബ്സൈറ്റിനെ നമ്മൾ വേറൊരു ബിസിനസ്സിലേക്ക് മാറ്റി. ഇപ്പോൾ abi.com അബിയുടെ സ്വന്തം ബ്ലോഗാക്കി, അല്ലെങ്കിൽ അബിയുടെ തന്നെ SEO സർവീസ് ഓഫർ ചെയ്യുന്ന വെബ്സൈറ്റ് ആക്കി. അങ്ങനെ ചെയ്യുമ്പോൾ abi.com എന്ന വെബ്സൈറ്റിന്റെ പഴയകാല സ്ക്രീൻഷോട്ടുകൾ നമ്മൾ ആർക്കൈവ് സൈറ്റിനകത്ത് തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ വെബ്സൈറ്റിനകത്ത് പണ്ടുണ്ടായിരുന്ന സർവീസ് പേജുകളുടെ ഡേറ്റ കിട്ടും. അത് ഒരു പരിധി വരെ നമ്മളെ വെബ്സൈറ്റിന്റെ ഒരു ആൾക്കാരൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ നോക്കി ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സംഭവത്തിലും നമ്മുടെ വെബ്സൈറ്റിന്റെ തന്നെ ബാക്ക് ഡേറ്റയൊക്കെ നോക്കുന്ന വെബ് ക്രോളേഴ്സ്, അനലൈസ് ചെയ്ത് നോക്കുന്ന ഡേറ്റ ഡിഗിങ് കമ്പനികൾ, ഡേറ്റ അനലൈസിങ് സോഫ്റ്റ്വെയറുകൾ, ഉദാഹരണത്തിന് ഗൂഗിൾ പോലെയുള്ള ഒരു വലിയ ഡേറ്റ അനലൈസ് ചെയ്ത് ആ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യിക്കുന്ന ഒരു മെക്കാനിസം ഉള്ള ഒരു വെബ് ക്രോളർ, അല്ലെങ്കിൽ ഗൂഗിളിനകത്തുള്ള ഒരു പ്രോസസ്സ് തന്നെ ഈ വെബ്സൈറ്റിന്റെ പഴയകാല ഡേറ്റയിലൊക്കെ എന്താ കിടക്കുന്നത്? ഒരു പ്രിന്റിംഗ് കമ്പനി പോലെ കിടക്കുന്നു. അപ്പോൾ അതിന്റെ ഡേറ്റയും അതിനകത്തേക്ക് കിട്ടിക്കുന്ന ലിങ്ക്സും കണ്ടന്റും കാര്യങ്ങളൊക്കെ എപ്പോഴും ഗൂഗിളിന് എന്ത് ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കും? പ്രിന്റിംഗ് കമ്പനി എന്ന് ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ഡിഫക്ട്സ് വരാം. ഇതൊക്കെ ഇതിനകത്തുള്ള പ്രശ്നങ്ങളാണ്. എന്താ പറയുക, ആർക്കൈവ് സൈറ്റുകൾ ഉള്ളത് കൊണ്ടുള്ള ഡിഫക്ട്സ് ആണെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഇഷ്യൂസ് വരാറുണ്ട്. പണ്ട് നിങ്ങളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നടത്തിയിരുന്ന കമ്പനിയായിരുന്നു, പിന്നീടാണ് സാധാരണ ബിസിനസ്സിലേക്ക് തിരിഞ്ഞത്. സ്റ്റിൽ നിങ്ങൾ സൈറ്റ് മാറ്റിയില്ല. അപ്പോൾ ചിലപ്പം ആർക്കൈവ് സൈറ്റിനകത്ത് നിങ്ങളെ പഴയ ഡേറ്റകൾ നിങ്ങളെ നടക്കാം. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും വരാറുണ്ടല്ലോ. നമ്മൾ ചിലപ്പം അതിൻ്റെ ഹിസ്റ്ററിയിൽ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കമ്പനിയിൽ ഇപ്പോൾ എടുത്ത ആളിൻ്റെ ഹിസ്റ്ററിയിൽ നോക്കിയിട്ടുണ്ടോ?
അവൻ ജഗജില്ലയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വഴിതിരിക്കപ്പെടാം. പ്രത്യേകിച്ച് ഒരു യൂസർ കണ്ടെത്തി നോക്കുന്നതിനേക്കാളും വലിയ വെല്ലുവിളികൾ നേരിടാം ഈ ഡേറ്റ ഡിഗ് ചെയ്യുന്ന, ഡേറ്റ മൈനിങ് ചെയ്യുന്ന കമ്പനികളുടെയൊക്കെ സംഗതി. വെബ് ക്രോളേഴ്സൊക്കെ ഇത് സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റ ഏത് രീതിയിലാക്കാം, പഴയ കാലത്ത് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഡേറ്റയിലോട്ടൊക്കെ വരാം. അതൊക്കെ ഡേറ്റ ഡിഫറൻസ് ഒക്കെ ഉണ്ടാക്കാം. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. വെബ് പേജുകളെ ക്രോൾ ചെയ്യുമ്പോഴോ അതിനെ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്തോ കൺഫ്യൂഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഇഷ്യൂസ് ഒക്കെ വരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ എത്ര പണിയെടുത്തിട്ടും ഇപ്പോഴുള്ള പ്രോഡക്റ്റ് വിൽക്കുന്ന രീതിയിൽ അതിനൊന്ന് വെച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്തൊക്കെ പണി കഴിച്ചിട്ടും ശരിയാവുന്നില്ല. കാരണം ഇതിന്റെ പഴയകാല ഡേറ്റയ്ക്കകത്തൊക്കെ എന്ത് കിടപ്പുണ്ട്, ഇത് വേറൊരു രീതിയിലുള്ള ഒരു കാറ്റഗറി പ്രോഡക്റ്റ് ആയിട്ട് കിടക്കണം. അങ്ങനെയൊക്കെയുള്ള ഡിഫക്ട്സ് ഇതിനകത്ത് വരാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ മുമ്പോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മള് വെബ്സൈറ്റിന്റെ ഏജ് നോക്കുന്ന ഒരു ഹെഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വെബ്സൈറ്റിന്റെ ഏജ് നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആർക്കൈവ് സൈറ്റുകൾ ഉപയോഗിക്കാം. വേബാക്ക് മെഷീൻ എന്നുള്ളത് ഒരു ആർക്കൈവ് സൈറ്റുകൾക്ക് നല്ലൊരു ഉദാഹരണമാണ്. ആ ആർക്കൈവ് സൈറ്റുകൾ വേബാക്ക് മെഷീന്റെ വെബ്സൈറ്റ് എടുത്തിട്ട് വെബ്സൈറ്റ് അഡ്രസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര നാൾ മുമ്പ് ആ വെബ്സൈറ്റിനെ പറ്റി ആ ഡേറ്റ അതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മൾ അടുത്ത് വെബ്സൈറ്റ് അനാലിസിസ് തയ്യാറാക്കുന്ന ഡോക്യുമെന്റിനകത്ത് നിങ്ങൾ അടുത്ത് കൊടുക്കുന്ന സബ്മിറ്റിംഗ് എന്ന് പറയുന്നത് പേജ് അതോറിറ്റി, ഡൊമൈൻ അതോറിറ്റി എന്ന് സബ്മിറ്റിംഗ് കൊടുക്കുക. അതായത് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് പേജ് അതോറിറ്റി, ഡൊമൈൻ അതോറിറ്റി സ്കെയിൽ ചെയ്ത് നോക്കുന്ന അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് വെബ്സൈറ്റ് അനാലിസിസിനകത്ത് കാണിക്കുക. പേജ് അതോറിറ്റി എന്നും ഡൊമൈൻ അതോറിറ്റി എന്നും കൊടുക്കുക. അപ്പൊ എന്നിട്ട് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെക്ക് ചെയ്യാനുള്ള ടൂള്, മെയിൻ ടൂള് മോസ് എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തുള്ള ലിങ്ക് എക്സ്പ്ലോറർ ടൂളാണ്. അവിടെ നിങ്ങൾ പുതിയ ടാബ് എടുത്തിട്ട് moz.com എടുക്കുക. moz.com moz.com എടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മോസിനകത്തൊക്കെ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ ജിമെയിൽ ID ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. രജിസ്റ്റർ ചെയ്തിട്ട് മോസിനകത്തുള്ള ഫ്രീ ടൂൾസ് ആയിട്ടുള്ള ലിങ്ക് എക്സ്പ്ലോറർ എന്നുള്ള ടൂൾ ഓപ്പൺ ആക്കുക. ലിങ്ക് എക്സ്പ്ലോറർ, ഇതിന്റെ പഴയ പേര് ഓപ്പൺ സൈറ്റ് എക്സ്പ്ലോറർ എന്നായിരുന്നു. ലിങ്ക് എക്സ്പ്ലോറർ എന്നുള്ള ടൂൾ ഓപ്പൺ ആക്കുക. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് അനാലിസിസിന്റെ ക്ലാസ് ആണ് ഇപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ആ ഡോക്യുമെന്റിനകത്ത് മൂന്നാമത് നിങ്ങൾ കൊടുക്കുന്നത്, ആദ്യത്തെ ഹെഡിങ് നിങ്ങൾ ഗൂഗിൾ വിസിബിലിറ്റി എന്ന് കൊടുത്തു. ആ ഗൂഗിൾ വിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് പഠിച്ചു. രണ്ടാമത് നമ്മൾ വെബ്സൈറ്റിന്റെ ഏജ് നോക്കുന്ന ഒരു സിസ്റ്റം നോക്കി, അതിനകത്ത് ആർക്കൈവ് സൈറ്റ് പഠിച്ചു. മൂന്നാമത് നിങ്ങൾ നോക്കുന്നത് പേജ് അതോറിറ്റി, ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ് ആണ്. എന്നിട്ട് moz.comനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാം? ലോഗിൻ ചെയ്തിട്ട് അതിനകത്തുള്ള ഫ്രീ SEO ടൂൾസിനകത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മോസിനകത്ത് എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യണം കേട്ടോ. ഒരു സെക്കൻഡ്. ഞാനിപ്പോൾ മോസിനകത്ത് എൻ്റെ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ട് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഫ്രീ ടൂൾസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിങ്ക് എക്സ്പ്ലോറർ എന്നുള്ള ടൂൾ കാണാൻ പറ്റും. ലിങ്ക് എക്സ്പ്ലോറർ, ഇതിന്റെ പഴയ പേര് ഓപ്പൺ സൈറ്റ് എക്സ്പ്ലോറർ എന്നായിരുന്നു. അപ്പൊ ലിങ്ക് എക്സ്പ്ലോറർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വെബ്സൈറ്റിന്റെ പേജ് അതോറിറ്റിയും ഡൊമൈൻ അതോറിറ്റി ആണോ നിങ്ങൾക്ക് അറിയേണ്ടത്, അതിന്റെ അഡ്രസ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കാം. ഉദാഹരണത്തിന് നമ്മളിപ്പം SEO softloom.com എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ പേജ് അതോറിറ്റിയും ഡൊമൈൻ അതോറിറ്റിയാണ് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് നമ്മൾ ലിങ്ക് എക്സ്പ്ലോറർ എടുത്ത് അല്ലെങ്കിൽ മോസിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം ലിങ്ക് എക്സ്പ്ലോറർ എന്നുള്ള ടൂൾ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് അടിച്ചു കൊടുക്കേണ്ട സ്ഥലം ഓപ്പൺ ആയി വരും. അതിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ലിങ്ക് എക്സ്പ്ലോറിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ അനലൈസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിനെ അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യും? നമ്മളുടെ പേജ് അതോറിറ്റിയും ഡൊമൈൻ അതോറിറ്റിയും നമ്മളവിടെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെബ്സൈറ്റ് അനാലിസിസിനകത്ത് പേജ് അതോറിറ്റിയും ഡൊമൈൻ അതോറിറ്റിയും ചെക്ക് ചെയ്യുന്ന ടൂളാണ് moz.com എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തുള്ള ലിങ്ക് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ടൂളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുക. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെബ്സൈറ്റിന്റെ ഒരു അതോറിറ്റി വാല്യൂ സ്കെയിൽ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അതോറിറ്റി വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂവും പേജ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ്
ഈ ലിങ്ക് എക്സ്പ്ലോറർ. ഇതിന്റെ പ്രത്യേകത നമ്മളെ വെബ്സൈറ്റിന്റെ ഡൊമൈൻ എത്രത്തോളം ഓതറൈസ്ഡ് അല്ലെങ്കിൽ അതോറിറ്റി വാല്യൂസ് കിട്ടിയതാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. 100ലാണ് ഇവരുടെ അതോറിറ്റി വാല്യൂസ് കണക്കാക്കപ്പെടുക. ഇപ്പൊ ഇവിടെ സോഫ്റ്റ്ലൂം എന്ന് പറയുന്ന വെബ്സൈറ്റിനെ നമ്മൾ എടുത്തു നോക്കിയപ്പോൾ 100ൽ 26 ഡൊമൈൻ അതോറിറ്റിയുള്ള വെബ്സൈറ്റ് ആണ് softloom.com. നമ്മുടെ ഡൊമൈൻ അതോറിറ്റി 26 ആണ്. അപ്പോൾ അവിടെ ലിങ്കിങ് ഡൊമൈൻസ്, ഇൻബൗണ്ട് ലിങ്ക്സ്, റാങ്കിങ് കീവേഡ്സ്, അങ്ങനെ പല സംഗതികൾ അവിടെ കാണിക്കുന്നുണ്ടാകും. താഴോട്ടുള്ള ചാർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ഡൊമൈൻ അതോറിറ്റിയുടെ ഒരു ഗ്രാഫ് കാണുന്നുണ്ടാവും. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഡൊമൈൻ അതോറിറ്റി 29 ആയിരുന്നത് 26 വരികയും 26ലാണ് ഇപ്പം നമ്മൾ നിലനിൽക്കുകയും ചെയ്യും. അതായത് 3 ഡൊമൈൻ അതോറിറ്റി കുറയുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഇനി പേജ് അതോറിറ്റി എന്നുള്ള സ്കെയിൽ തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ടാവും. നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ softloom.comന്റെ പേജ് അതോറിറ്റി ഇപ്പൊ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 37 നമ്മളുടെ പേജ് അതോറിറ്റി. 37 കഴിഞ്ഞ 2-3 മാസമായിട്ട് 37 തന്നെ നിൽക്കണം. കഴിഞ്ഞ സെപ്റ്റംബർ മാസം നമുക്ക് 36 അതിപ്പം 2 പോയിന്റ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത്, അല്ലെങ്കിൽ 1 പോയിന്റ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് 37 ആയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ് ഡൊമൈൻ അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിലേക്ക് വേറെ എത്ര ഡൊമൈനുകളിൽ നിന്ന് ലിങ്ക് കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സ്കെയിലിംഗ് ഫാക്ടറാണ് ഡൊമൈൻ അതോറിറ്റി. നമ്മളെ വെബ്സൈറ്റിലേക്ക് വേറെ ഡൊമൈനുകളിൽ നിന്ന് കിട്ടുന്ന ലിങ്ക് ആണ് നമ്മുടെ ഡൊമൈൻ അതോറിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പൊ ഇവിടെ ഡൊമൈൻ അതോറിറ്റിയിൽ കഴിഞ്ഞ 2 മാസമായിട്ട് കുറവ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? ഏതൊക്കെ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കിട്ടിയിരുന്ന ലിങ്ക് സ്റ്റോപ്പായി. ഒന്നുകിൽ ആ വെബ്സൈറ്റ് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലിങ്ക് അവർ റിമൂവ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ലിങ്ക് റിമൂവ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഡൊമൈൻ അതോറിറ്റി കുറയും. ഇത് നമ്മുടെ വെബ്സൈറ്റിന്റെ ഇംപ്രൂവ്മെന്റ് സ്റ്റാറ്റസ് അളന്ന് നോക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലിംഗ് ഫാക്ടറാണ്. എത്രത്തോളം ഇംപ്രൂവ് ചെയ്തു. ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയിൽ തുടക്കത്തിൽ ആ വെബ്സൈറ്റിന്റെ ഡൊമൈൻ അതോറിറ്റി ചെക്ക് ചെയ്തപ്പോൾ 100ൽ 1 എന്ന് പറഞ്ഞാൽ ഡൊമൈൻ അതോറിറ്റി ഒട്ടും ഇല്ല, എൻ്റെ ഏറ്റവും ബേസ് വാല്യൂ ആണ്. 1 മാസം നമ്മൾ വർക്ക് ചെയ്തപ്പോൾ അതൊരു 5 ഉയർത്താൻ പറ്റി. നമ്മൾ 1 മാസം കൊണ്ട് അതിന്റെ ഡൊമൈൻ അതോറിറ്റി 5 അല്ലെങ്കിൽ 10 ആക്കിയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇംപ്രൂവ്മെന്റ്. നമ്മൾ വരുത്തിയ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇനിഷ്യൽ അനാലിസിസിനകത്ത് റിപ്പോർട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതറിയാൻ പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത, മാസത്തിൽ 1 പ്രാവശ്യം മോസുകാര് ഡേറ്റ അപ്ഡേഷൻ നടത്തുമ്പോഴാണ് ഇത് വ്യത്യാസം വരിക. അല്ലാതെ ഇന്ന് നമ്മൾ ഡൊമൈൻ അതോറിറ്റി 27 ആയിരുന്നു, നാളെ 28 ആകുമോ മറ്റന്നാൾ 30 ആകുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഓരോ മാസം കൂടുമ്പോഴാണ് ആര് അപ്ഡേറ്റ് ചെയ്യുക? moz.comനകത്തുള്ള ഈ ഡേറ്റ അപ്ഡേഷൻ നടക്കുക. എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസിനകത്ത് റോജർ ബോട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, വെബ് ക്രോളർ ഉണ്ട്, റോജർ ബോട്ട്. ഈ പ്രോഗ്രാം വെബ് പേജുകളെ ക്രോൾ ചെയ്തിട്ട് ആ പേജിലേക്ക് വരുന്ന ലിങ്ക്സിന്റെയും അതിന്റെ പവറും ഒക്കെ അളന്ന് നോക്കിയിട്ടാണ് ഈ അവാർഡ് കൊടുക്കുക. ശരിക്കും ഈ ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ പേജ് അതോറിറ്റി എന്ന് പറയുന്ന ഈ 2 അവാർഡുകൾ ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാനുള്ള ഒരു സ്കെയിലിംഗ് ഫാക്ടർ ആയിട്ട് ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം, നേരത്തെ നമ്മൾക്ക് ഉണ്ടായിരുന്ന മെയിൻ സ്കെയിലിംഗ് ഫാക്ടർ ഇല്ലാതെ പോയതാണ്. നേരത്തെ SEO ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന മെയിൻ സ്കെയിലിംഗ് ഫാക്ടറിൽ ഒന്നായിരുന്നു പേജ് റാങ്ക്. അത് ഗൂഗിൾ ആയിരുന്നു കൊടുക്കുന്നത്. പേജ് റാങ്ക് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഗൂഗിൾ പേജ് റാങ്ക് എന്നുള്ള സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നപ്പം ആൾക്കാർ മെയിൻ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിന്റെ ഇംപ്രൂവ്മെന്റ് സ്റ്റേജസ് നോക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഗതി എന്തായിരുന്നു? പേജ് റാങ്ക് ആയിരുന്നു. പക്ഷെ 2019 ഗൂഗിൾ എന്ത് ചെയ്തു? പേജ് റാങ്ക് നിർത്തലാക്കി, അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത രീതിയിലാക്കി. ഇപ്പൊ നമുക്ക് ഒരു ടൂൾ നോക്കിയാൽ നമുക്ക് എന്തറിയാൻ പറ്റത്തില്ല? നമ്മുടെ വെബ്സൈറ്റിന്റെ പേജ് റാങ്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പേജ് റാങ്ക് 0 ആയിരുന്നു, 1 മാസം വർക്ക് ചെയ്തപ്പോൾ പേജ് റാങ്ക് 2 ആയി. അങ്ങനെ രീതിയിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന്റെ ഇംപ്രൂവ്മെന്റ് സ്കെയിൽ ചെയ്യാൻ എന്തില്ല? പേജ് റാങ്ക് ഇല്ല. ആ സിറ്റുവേഷനിലാണ് ഈ മോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡൊമൈൻ അതോറിറ്റി, പേജ് അതോറിറ്റി ഒക്കെ നമുക്ക് യൂസ്ഫുൾ. 2013 മുതൽ മോസിനകത്ത്, മോസ് എന്ന് പറഞ്ഞ കമ്പനി നേരത്തെ SEO മോസ് എന്നായിരുന്നു. മോസ് എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റ് SEOmoz.com എന്നായിരുന്നു. 2013 അവരെന്ത് ചെയ്തത്? moz.com ആക്കി മാറ്റിയത്. 2013 ഇതിന്റെ പേജ് അതോറിറ്റി, ഡൊമൈൻ അതോറിറ്റി ഒക്കെ ആൾക്കാർ ഉപയോഗിച്ച് നോക്കി തുടങ്ങി. പക്ഷെ അത് കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയത് എപ്പോഴാണ്? ഗൂഗിൾ പേജ് റാങ്ക് എന്നുള്ള സിസ്റ്റം നിർത്തലാക്കിയപ്പോഴത്തേക്ക് അതിന് ആ പേജ് റാങ്കിന് കൊടുക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി ആൾക്കാർ വെബ്സൈറ്റിന്റെ ഇംപ്രൂവ്മെന്റ് സ്കെയിൽ ചെയ്യാൻ വേണ്ടി എന്ത് നോക്കുന്നുണ്ട്? ഇപ്പം പേജ് റാങ്കും ഡൊമൈൻ അതോറിറ്റിയും പേജ് അതോറിറ്റിയും നോക്കുന്നുണ്ട്. ഇനി എന്താ ഡൊമൈൻ അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ വെബ്സൈറ്റിലേക്ക്
വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ലിങ്കാണ് ഡൊമൈൻ അതോറിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുക. എന്നാൽ അവിടെ പ്രധാനപ്പെട്ട സംഗതി പേജ് റാങ്കും അങ്ങനെ തന്നെയാണ്. വേറെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ലിങ്ക് തന്നെയാണ് മെയിനായിട്ട് പേജ് റാങ്കിന് സ്വാധീനിക്കുക. പക്ഷെ ഗൂഗിൾ എന്താ പറയുന്നത്, 200ഓളം കടങ്ങളെ നോക്കിയിട്ടാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേജ് റാങ്ക് ഗൂഗിൾ നിർണ്ണയിക്കുക എന്ന് പറഞ്ഞത്. അതിൽ വാസ്തവം ഉണ്ടാകും. പക്ഷെ പ്രധാനപ്പെട്ട സംഗതി എന്ത് തന്നെയാണ്, വേറെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ലിങ്ക്, എസ്പെഷ്യലി പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടുമ്പോഴാണ് നമ്മുടെ പേജ് റാങ്കും ഇംപ്രൂവ് ചെയ്യുക. അതേപോലെ തന്നെ ഡൊമൈൻ അതോറിറ്റിയും ഇപ്പം 0 ഡൊമൈൻ അതോറിറ്റി ഉള്ള അല്ലെങ്കിൽ 1 ഡൊമൈൻ അതോറിറ്റി ഉള്ള 10ഓ 15ഓ വെബ്സൈറ്റുകളിൽ നമുക്ക് ലിങ്ക് കിട്ടിയെന്ന് വെച്ചോ, നമ്മുടെ ഡൊമൈൻ അതോറിറ്റി ഒരു പോയിന്റ് പോലും കൂടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 5 ഡൊമൈൻ അതോറിറ്റി 10 ഡൊമൈൻ അതോറിറ്റി ഒക്കെ ഉള്ള വെബ്സൈറ്റുകളിൽ നമുക്ക് ലിങ്ക് കിട്ടുമ്പോൾ നമുക്ക് 1-2 ഡൊമൈൻ അതോറിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന വരാം. അങ്ങനെ ഒരുപാട് വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് ഡൊമൈൻ അതോറിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി നല്ലത് ഹൈ ഡൊമൈൻ അതോറിറ്റി ഉള്ള 1-2 വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഡൊമൈൻ അതോറിറ്റി ഒട്ടുമില്ലാത്ത 100ഓ 1000ഓ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടിയാൽ നമ്മുടെ ഡൊമൈൻ അതോറിറ്റി ഇംപ്രൂവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ 100 ഡൊമൈൻ അതോറിറ്റി ഉള്ള 2 വെബ്സൈറ്റിൽ നമുക്ക് ലിങ്ക് കിട്ടിയെന്ന് വെച്ചോ, നമ്മുടെ ഡൊമൈൻ അതോറിറ്റി ചിലപ്പം ഒറ്റയടിക്ക് 25-ലോട്ടോ 30-ലോട്ടോ മാറിയെന്ന് വരാം. അപ്പൊ നമുക്ക് നമ്മുടെ ഡൊമൈൻ അതോറിറ്റിയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറെ ഡൊമൈനുകളിൽ നിന്നുള്ള ലിങ്കാണ്, എസ്പെഷ്യലി ഡൊമൈൻ അതോറിറ്റി കൂടിയ വെബ്സൈറ്റുകളിൽ നിന്നുള്ള ലിങ്ക്. സക്രി എന്ത് ചെയ്യണം, വേറെ എവിടെയെങ്കിലും പോയാ? അല്ലെങ്കിൽ ഓൺലൈനിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടോ? അബി, അശ്വിന, ശ്രീലക്ഷ്മി ഉണ്ടോ? പറഞ്ഞു പോകാലല്ലേ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇവിടെ സക്രിയ കൺമഴിച്ച് ഇനി താന്നിരിക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവനെന്ത് പഠിപ്പിക്കണൊക്കെ മനസ്സിലാവുന്നില്ലേ. ഇടയ്ക്ക് എന്താ വീട്ടുകാർ ഓർമ്മിച്ച ദൈവമേ ഇതുപോലെ എന്തെല്ലാം പഠിക്കേണ്ടി വരുമെന്നാണ് ആലോചിച്ചത്. ഇത് സ്കെയിലിംഗ് ഫാക്ടേഴ്സ് ആണ്. നമ്മളെ വെബ്സൈറ്റിന്റെ അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള സ്കെയിൽ വെച്ച് അളന്ന് നോക്കണം നമ്മുടെ വെബ്സൈറ്റ് ഏത് പൊക്കത്താണ് നിൽക്കുന്നത്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ് സ്റ്റാറ്റസ് എന്താണ്, നമ്മുടെ വെബ്സൈറ്റിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അളന്ന് നോക്കുന്നു ഇല്ലേ. നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോഴത്തേക്ക് ഇപ്പം ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സക്രിയയുടെ കയ്യിലുള്ള കുറച്ച് കാശ് കൊണ്ട് സക്രിയ കുറച്ച് ഷെയർ വാങ്ങിക്കാനോ, ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയാണല്ലോ, സ്ഥലം മേടിച്ചിടും, ഷെയർ മേടിച്ചിടും, സ്വർണം മേടിച്ചു വയ്ക്കും ഇല്ലേ. ഇപ്പം ചിലപ്പം വിചാരിക്കും ഓക്കെ സ്വർണത്തിന് ഇപ്പൊ വില കൂടിക്കൊണ്ടിരിക്കണാണല്ലോ, അല്ലെങ്കിൽ വില കുറഞ്ഞു നിൽക്കണാണല്ലോ, ഇപ്പൊ കുറെ മേടിച്ചു വയ്ക്കാം. ഷെയർ അങ്ങനെയാണല്ലേ, വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വില കൂടുമ്പോൾ വിൽക്കാം എന്നുള്ളതാണ് ധാരണ. നമ്മൾ മേടിച്ചതിന് ശേഷം അതിന്റെ വിലയെ കൂടിയില്ലെന്നുണ്ടെങ്കിൽ കൈനഷ്ടം എന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ നമ്മളൊരു വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിന് ഇപ്പൊ എന്ത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് അളന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കെയിലിംഗ് ഫാക്ടറാണ് ഡൊമൈൻ അതോറിറ്റി. ഒരു വെബ്സൈറ്റിന്റെ ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്നത് ആ വെബ്സൈറ്റിന്റെ എല്ലാ പേജിലും ഡൊമൈൻ അതോറിറ്റി സിംഗിൾ വാല്യൂ ആയിരിക്കും. ഇപ്പൊ softloom.comന്റെ ഡൊമൈൻ അതോറിറ്റി softloom.com എടുത്താലും softloom.com/about പേജ് എടുത്തു കഴിഞ്ഞാലും കോമൺ ആയിരിക്കും ഡൊമൈൻ അതോറിറ്റി എന്നുള്ള വാല്യൂ. പക്ഷെ പേജ് അതോറിറ്റി ഓരോ പേജിലും വ്യത്യാസം ഉണ്ടാകും. URL അനുസരിച്ച് പേജ് അതോറിറ്റി വ്യത്യാസം വരുന്നുണ്ടാവും. ഇപ്പൊ ഡൊമൈൻ അതോറിറ്റി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലായി. എങ്ങനെ? ഡൊമൈൻ അതോറിറ്റി കൂടിയ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടുമ്പോൾ നമ്മുടെ ഡൊമൈൻ അതോറിറ്റി കൂടും. ക്ലിയർ ആയോ? എന്നാൽ ഡൊമൈൻ അതോറിറ്റി ഒട്ടുമില്ലാത്ത ഒരുപാട് വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ അതോറിറ്റി ഇംപ്രൂവ് ചെയ്യണമെന്നില്ല. ഡൊമൈൻ അതോറിറ്റി കൂടിയ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടിയാൽ നമ്മുടെ ഡൊമൈൻ അതോറിറ്റി കൂടും. അപ്പൊ ഡൊമൈൻ അതോറിറ്റി എന്താണെന്നും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, സാറേ ഡൊമൈൻ അതോറിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടത്, മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഞാനൊരു കമ്പനി ജോയിൻ ചെയ്തു, നമ്മളെ ഡൊമൈൻ അതോറിറ്റി 5 ഉള്ളൂ. അവർ പറഞ്ഞേക്കണത് ഒരു മാസം നിങ്ങൾ വർക്ക് ചെയ്ത് ഇതിനെ 15 ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സാലറി 15 ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ എങ്ങനെയെങ്കിലും ഇതിന് 15 ആക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളോ മന്ത്രങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണോ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ഹൈ ഡൊമൈൻ അതോറിറ്റി ഉള്ള വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടാൻ നോക്കാം. അങ്ങനെ ലിങ്ക് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണു കണ്ട വെബ്സൈറ്റിൽ നിന്നൊക്കെ ലിങ്ക് എടുക്കുന്നത് അത്ര ഉചിതമല്ല. നിങ്ങൾക്ക് ലിങ്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകൾ നോക്കാം. നമ്മൾ ഓഫ് പേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കോ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്ക്സ് ഡയറക്ടറി സബ്മിഷൻ വഴിയോ ആർട്ടിക്കിൾ സബ്മിഷൻ വഴിയോ ഹൈ ഡൊമൈൻ അതോറിറ്റി ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഡൊമൈൻ അതോറിറ്റി ഇംപ്രൂവ് ചെയ്യും. പിടിയോ? അപ്പൊ അത് ആ വർക്ക് പഠിക്കുക. അത് ചെയ്യാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൊമൈൻ അതോറിറ്റി കൂടാനുള്ള മാർഗവും മന്ത്രവും ഒക്കെ നമുക്ക് സ്വായത്തമായി നമുക്ക് ചെയ്തു പോയാൽ മതി. ഇനി പേജ് അതോറിറ്റിയുടെ കണക്ക് വന്നേ. ഓരോ പേജുകൾക്കും സെപ്പറേറ്റ് വാല്യൂ ആണ്. അതിനും 100 തന്നെയാണ് മാർക്ക്. ഇവിടെ സോഫ്റ്റ്ലൂമിന്റെ പേജ് അതോറിറ്റി നോക്കുമ്പോൾ 37 എന്ന് പറഞ്ഞാൽ 100ൽ 37 മാർക്ക് കരസ്ഥമാക്കിയ ഒരു URL ആണ് softloom.com. എന്നാൽ softloom.com-നകത്തുള്ള എബൌട്ട് പേജ് എടുക്കുകയാണെങ്കിൽ പേജ് അതോറിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം ഓരോ URLസിനും
പേജ് അതോറിറ്റി ഡിഫറെന്റ് ആയിരിക്കും. പിടിയിട്ടോ? അപ്പൊ പേജ് അതോറിറ്റി എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെയും മെയിനായിട്ട് ലിങ്ക് തന്നെയാണ്. വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ലിങ്ക്സ്, നമ്മളെ പേജിലേക്ക് കിട്ടുന്ന ലിങ്ക്സ് നമ്മളെ പേജിന്റെ പേജ് അതോറിറ്റി കൂട്ടാം. കോമൺ ആയിട്ട് നമ്മളെ വെബ്സൈറ്റിന് കിട്ടുന്ന ഡൊമൈൻ അതോറിറ്റി ഹൈ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പേജുകളിലുള്ള ലിങ്കും പേജ് അതോറിറ്റി കൂട്ടാം. അവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, വേറെ വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയാൽ മാത്രമേ ഡൊമൈൻ അതോറിറ്റി കൂടത്തുള്ളൂ. പക്ഷെ പേജ് അതോറിറ്റി വിത്തിൻ ദ ലിങ്ക്സും കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടും. Sakariya.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് brahmadas.com എന്നും hisham.com എന്നും livin.com എന്നും arundev.com എന്നും ഒക്കെ ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഡൊമൈൻ അതോറിറ്റി കൂടാം, എസ്പെഷ്യലി നമ്മളുടെയൊക്കെ ഡൊമൈൻ അതോറിറ്റി നല്ലതാണെങ്കിൽ. എന്നാൽ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഒരു പേജിന്റെ പേജ് അതോറിറ്റി കൂടാൻ പുറത്തുനിന്ന് ഒരു ലിങ്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. പുറത്തുനിന്നുള്ള ലിങ്ക് കൊണ്ട് നിങ്ങളുടെ പേജ് അതോറിറ്റി കൂടും. പക്ഷെ അങ്ങനെ തന്നെ കിട്ടാതെയും നിങ്ങളുടെ പേജ് അതോറിറ്റി ഇംപ്രൂവ് ചെയ്യാം. എങ്ങനെ? നിങ്ങളുടെ വിത്തിൻ ദ ലിങ്ക്സ്, അതായത് നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് പേജ് അതോറിറ്റി ഉള്ള 5 പേജസ് ഉണ്ടെന്ന് വെച്ചു. ഈ 5 പേജുകളിൽ നിന്ന് ലിങ്ക് നിങ്ങളുടെ ഹോം പേജിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഹോം പേജിന്റെ പേജ് അതോറിറ്റി നല്ല മെച്ചപ്പെട്ട് തന്നെ ഇരിക്കും. അവിടെയും ലിങ്ക് തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് എസ്പെഷ്യലി വേറൊരു വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ലിങ്ക് ആവണമെന്നില്ല, പേജ് അതോറിറ്റി ഉള്ള വേറെ പേജുകളിൽ നിന്ന് ആയാൽ മതി. സക്രിയയുടെ 25 പേജുണ്ട്. 25 പേജുകൾക്കും പേജ് അതോറിറ്റി 100-ൽ 1 മാർക്കാണ്. അവിടെ ഇന്റേണലി പേജ് അതോറിറ്റി കിട്ടാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 25 പേജുകളിൽ നിന്ന് ലിങ്ക് ഉള്ള ഒരു പേജാണ് ഹോം പേജ്. ഒരു 2-3 പേജ് അതോറിറ്റി അവിടെ ഉണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ഓരോ പേജിനെയും നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്യുന്ന വെച്ചു, ബ്ലോഗറി ബുക്ക് മാർക്ക് ചെയ്തു, വേർഡ്പ്രസ് ബുക്ക് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് കിട്ടുന്ന പേജ് അതോറിറ്റി സ്കോറിന്റെ ബേസിൽ നിങ്ങൾ പേജുകളുടെ ഈ പേജ് അതോറിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം പേജിന്റെ പേജ് അതോറിറ്റിയും ഇംപ്രൂവ് ചെയ്യും. പിടിയിട്ടോ? അപ്പം ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്നത് ഡൊമൈനുകളിൽ നിന്നുള്ള ലിങ്കാണ്. പ്രത്യേകിച്ച് ഹൈ ഡൊമൈൻ അതോറിറ്റി ഉള്ള വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ഡൊമൈൻ അതോറിറ്റി പെട്ടെന്ന് ഹൈ ആയിട്ട് മാറും. പേജ് അതോറിറ്റി എന്ന് പറയുന്നത് പേജുകളിൽ നിന്നുള്ള ലിങ്കാണ്. പേജ് അതോറിറ്റി ഉള്ള പേജുകളിൽ നിന്ന് ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ പേജ് അതോറിറ്റി കൂടുതൽ കിട്ടും. അത് പുറത്തുനിന്നുള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെയുള്ള ലിങ്ക് ആവണമെന്നില്ല. വെബ്സൈറ്റിൽ നിന്ന് ഇന്റേണൽ ലിങ്ക് വഴിയും പേജ് അതോറിറ്റി പാസ് ചെയ്യും. പിടിയിട്ടോ? ഇന്റേണൽ ലിങ്ക് വഴി പേജ് അതോറിറ്റി പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് 25 പേജുകൾ ഉള്ള സമയത്ത് നിങ്ങൾക്ക് 5 പേജുകൾ ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്യേണ്ടാത്ത പേജുകളാണെന്ന് വെച്ചു. ക്ലിയർ ആകണം. Sakariya.com എന്ന വെബ്സൈറ്റിനകത്ത് 25 പേജസ് ഉണ്ട്. ആ 25 പേജിൽ 5 പേജ് ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല? സക്രിയക്കില്ല. അതിനെ റെക്കമെൻഡ് ചെയ്ത് അതിലേക്കൊക്കെ പേജ് അതോറിറ്റി പാസ് ചെയ്യേണ്ട ആവശ്യം സക്രിയക്കില്ല. വേണമെങ്കിൽ എല്ലാ വെബ് പേജുകളിൽ നിന്നും ഈ 5 ലിസ്റ്റ് ചെയ്യേണ്ടാത്ത 5 പേജുകളിലേക്ക് ലിങ്ക് പോകുന്നുണ്ടെങ്കിലും സക്രിയക്ക് അവിടെ ഇന്റേണൽ നോ ഫോളോ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും? ആവശ്യമില്ലാതെ ലിസ്റ്റ് ചെയ്യേണ്ടാത്ത പേജുകളിലേക്ക് ഇക്വിറ്റി പാസ് ചെയ്യത്തില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി 20 പേജുകളിലുള്ള പേജ് അതോറിറ്റി അവിടെ തന്നെ നിലനിൽക്കും. ബാക്കി 20 പേജുകളിൽ നിന്നും ഈ 5 പേജുകളിലേക്ക് ലിങ്ക് പോരുന്നത് കൊണ്ട് കുറെ ഇക്വിറ്റി അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ 5 പേജുകൾക്കും പേജ് അതോറിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഈ 5 പേജുകളെയും, ഉദാഹരണത്തിന് പ്രൈവസി പോളിസി എന്നുള്ള പേജ് ഇട്ടിട്ടുണ്ട്. അത് ഗൂഗിളിൽ റാങ്ക് ചെയ്യിക്കേണ്ട ആവശ്യം ആർക്കില്ല? സക്രിയക്കില്ല. ടേം ആൻഡ് കണ്ടീഷൻ എന്നുള്ള പേജ് ഉണ്ട്. അത് ഗൂഗിളിൽ റാങ്ക് ചെയ്യിക്കേണ്ട ആവശ്യം ആർക്കില്ല? സക്രിയക്കില്ല. അതൊക്കെ വെബ്സൈറ്റിന്റെ ഭാഗമായിട്ട് വെറുതെ പടമാറ്റി കിടക്കുന്ന പേജസ് ആണ്, ഇല്ലേ? ടേം ആൻഡ് കണ്ടീഷൻ പറയുന്ന പേജ്. അത് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സക്രിയക്ക് 20 പേജുകളിൽ നിന്ന് ഇതുപോലെ ലിസ്റ്റ് ചെയ്യേണ്ടാത്ത പേജുകളിലേക്ക് പോകുന്ന ലിങ്കുകളൊക്കെ RL = ഇന്റേണൽ നോ ഫോളോ എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യത്തില്ല? ഇക്വിറ്റി പാസ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു പേജ് അതോറിറ്റി സിസ്റ്റത്തിനെ പറ്റി ഉള്ള ഒരു മെക്കാനിസം നമ്മൾ മനസ്സിൽ കയറണം. കയറി കഴിഞ്ഞാൽ അതിന്റെ കാര്യം മനസ്സിലാകും. നിങ്ങൾ അത്യാവശ്യം നിങ്ങളൊരു സർവീസ് പേജിന് പേജ് അതോറിറ്റി 32 ആണ്. നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ പേജ് അതോറിറ്റി 35 ആണ്. എങ്ങനെയെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാടി 36 പേജ് അതോറിറ്റിയിൽ ഇംപ്രൂവ് ചെയ്താൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അവരെ പിന്തള്ളി റാങ്ക് ചെയ്ത് വരാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ ലിങ്ക്സ് നിങ്ങൾ നോക്കുമ്പോൾ ഇതുപോലെ 4-5 പേജുകളിലേക്ക് ലിങ്ക് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ RL നോ ഫോളോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ 32 നിൽക്കുന്ന പേജ് അതോറിറ്റി ചിലപ്പോൾ എന്ത് ചെയ്യാം? 36 പെട്ടെന്ന് കടന്നു പോകാം. കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇക്വിറ്റി നിങ്ങൾ എങ്ങോട്ട് കൊടുക്കുന്നുണ്ട്? നിങ്ങൾ തന്നെ റാങ്ക് ചെയ്യേണ്ടാത്ത പേജുകളിലേക്ക് കൊടുത്തിരുന്നു. നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇത് കിട്ടും. ഇനി നമ്മൾ പേജ് റാങ്ക് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉദാഹരണം പറയുന്നതാണല്ലോ വാട്ടർ ടാങ്ക്. നമ്മളെ വാട്ടർ ടാങ്കിൽ നിന്ന് നമ്മളെ വീട്ടിൽ തന്നെയുള്ള 3 മുറികളിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്യാവശ്യമായിട്ട് വെള്ളം എടുക്കേണ്ട ഒരു സ്ഥലമാണ് കിച്ചൺ എന്ന് വെച്ചാൽ. കിച്ചണിൽ വെള്ളം തുറന്നു വിട്ടേക്കാണ്. ആ പാത്രത്തിൽ വെള്ളം നിറച്ച് ചൂടാക്കിയിട്ട് വേണം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ. അപ്പൊ പെട്ടെന്ന് അത് നിറച്ചിട്ട് വേണം എടുത്ത് വെക്കാൻ. അപ്പൊ ഈ കിച്ചണിൽ പൈപ്പ് തുറന്ന സമയത്ത് തന്നെ ബാക്കി 2 മുറികളിലും പൈപ്പ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കായിട്ട് കിച്ചന്റെ പൈപ്പിലുള്ള ഫ്ലോ കുറയത്തില്ലേ? അപ്പൊ നമ്മൾ പെട്ടെന്ന് പറയാണ് എന്താ, ആ 2 പൈപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് 5 മിനിറ്റ് ക്ലോസ് ചെയ്ത് വെക്കും. അപ്പൊ എന്ത് പെട്ടെന്ന് എടുക്കാം, കുടിക്കാനുള്ള വെള്ളം പെട്ടെന്ന് ചൂടാക്കാൻ വെക്കാം. ചെറിയ ഉദാഹരണമാണ് കേട്ടോ. അപ്പം അതുപോലൊരു സിസ്റ്റമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ വെബ്സൈറ്റിന്റെ പേജ് അതോറിറ്റി 32 നിൽക്കുകയാണ്. നമ്മൾ മത്സരിക്കുന്ന ആളിന്റെ അല്ലെങ്കിൽ നമ്മളെക്കാൾ മുമ്പിൽ നിൽക്കുന്ന വെബ്സൈറ്റിന്റെ പേജ് അതോറിറ്റി ഒരു 34-35 നിൽക്കുകയാണ്. ഒരു 3-4 പേജ് അതോറിറ്റി കൂടെ കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ പിന്തള്ളാൻ നമുക്ക് ഉറപ്പുണ്ട്. അപ്പോഴാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് നിന്ന് ഈ 32 പേജ് അതോറിറ്റിയുള്ള പേജിൽ നിന്ന് ആവശ്യമില്ലാത്ത ടേം ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ പ്രൈവസി പോളിസി അങ്ങനെയുള്ള ചില പേജുകളിലേക്ക് ഈ ലിങ്ക് പോകുന്നത് നമ്മൾ കാണുന്നത്. ആ പേജ് ഒന്നും റാങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, REL നോ ഫോളോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഫ്ലോ നമുക്ക് കുറച്ച് വെച്ചിട്ട് ബാക്കി മുറികളിലേക്ക് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന വെള്ളം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ പൈപ്പിന്റെ ഫ്ലോ കൂട്ടി നമുക്ക് പെട്ടെന്ന് വെള്ളം അർജന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ പേജ് അതോറിറ്റി എന്ന് പറയുന്ന സംഗതിയിലേക്കാണ് നിൽക്കുന്നത്. ഇവിടെ ഡൊമൈൻ അതോറിറ്റിയും പേജ് അതോറിറ്റിയും ലിങ്കിങ് ഡൊമൈൻസും അറിയാൻ പറ്റും. എത്ര വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് സോഫ്റ്റ് ലൂമിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അത് തന്നെ ഡിസ്കവേർഡ് ലിങ്ക്സ് ഉണ്ടാകും, ലോസ്റ്റ് ലിങ്ക് ഉണ്ടാകും. ഈ റെഡ് കളറിൽ കാണിക്കുന്നതൊക്കെ ലോസ്റ്റ് ലിങ്കുകളാണ് കേട്ടോ. അപ്പൊ പച്ച കാണിക്കുന്നതൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പുതുതായിട്ട് കിട്ടുന്ന ലിങ്കുകളാണ്. ആ രീതിയിലൊരു ചാർട്ടും ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പേജ് അതോറിറ്റി, ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്ന 2 സബ്മിറ്റിങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു സ്ഥലത്താണ് എത്തിയത്. ഇത് ആരുടെ സ്ഥാനത്താണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയത്? ഗൂഗിൾ നേരത്തെ അവാർഡ് ചെയ്തിരുന്ന പേജ് റാങ്കിന്റെ സ്ഥാനത്താണ്. പേജ് റാങ്ക് ഉണ്ടായിരുന്ന സമയം വരെ പേജ് അതോറിറ്റിയും ഡൊമൈൻ അതോറിറ്റിയും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല, ഒരു സബായിട്ട് നോക്കുമായിരുന്നു. ഇനി ഒരു പ്രാധാന്യത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, പേജ് റാങ്ക് ഉണ്ടായിരുന്ന സമയത്ത് ആദ്യകാലത്തൊക്കെ ഇത് ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ ഗൂഗിൾ നടത്തുമായിരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ വർക്ക് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ SEO ഇംപ്രൂവ് ചെയ്യുന്നത് 2 മാസം 3 മാസം കൂടുമ്പോൾ അത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ, താഴോട്ട് പോകുന്നുണ്ടോ, പേജ് റാങ്ക് കൂടുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. പിന്നീട് ഗൂഗിൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് 4 മാസത്തെ ഒരുക്കി 5 മാസത്തെ ഒരുക്കിയൊക്കെ നടത്തുന്ന രീതിയിലായി. അവസാനത്തെ പ്രാവശ്യം ഗൂഗിൾ പേജ് റാങ്ക് അപ്ഡേഷൻ നടത്തിയത് 2013-ലാണ്. 2013 ഫെബ്രുവരി 4-ാം തീയതി പേജ് റാങ്ക് അപ്ഡേഷൻ ഗൂഗിൾ നടത്തിയിട്ട് പിന്നെ അതേ വർഷം ഡിസംബർ 6-നാണ് നടത്തിയത്. അതായത് ആ വർഷം 2 പ്രാവശ്യം മാത്രമേ പേജ് റാങ്ക് അപ്ഡേഷൻ നടന്നുള്ളൂ. അങ്ങനെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ മാത്രമേ ഗൂഗിൾ എന്ത് നടത്തിയിരുന്നുള്ളൂ, പേജ് റാങ്കിന്റെ അപ്ഡേഷൻ നടത്തിയിരുന്നുള്ളൂ. ക്രമേണ പിന്നെ അവർ അപ്ഡേഷൻ നടത്താതായി. 2019 വരെയും വലിയ മോഡിഫിക്കേഷൻ ഒന്നും നടത്തിയില്ല. 2019 ആയപ്പോൾ അതുപോലെ നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലായി, ഹൈഡായി. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇല്ലേ? ആ കഥകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പേജ് അതോറിറ്റിയെ അല്ലെങ്കിൽ പേജ് റാങ്കിനെ കമ്പയർ ചെയ്ത് ഡൊമൈൻ അതോറിറ്റി, പേജ് അതോറിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് എല്ലാ മാസവും ഇതിന്റെ ഡേറ്റ അപ്ഡേഷൻ വരുന്നത് കൊണ്ട് ഓരോ മാസവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, പുറകോട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ രീതിയിൽ ഒരുപാട് ആൾക്കാർ പേജ് അതോറിറ്റിയും ഡൊമൈൻ അതോറിറ്റിയും ഇപ്പം നോക്കുന്നുണ്ട്. എസ്പെഷ്യലി ഗൂഗിൾ പേജ് റാങ്ക് ഇപ്പൊ കാണാൻ പറ്റാത്തതുകൊണ്ടും നമ്മളെ വെബ്സൈറ്റുകളുടെ ഇംപ്രൂവ്മെന്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സ്കെയിൽ ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഗതിയായി എന്ത് അംഗീകരിക്കപ്പെട്ടു, പേജ് അതോറിറ്റിയും ഡൊമൈൻ അതോറിറ്റിയും അംഗീകരിക്കപ്പെട്ടു. ഇപ്പൊ ഗൂഗിൾ SEO ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇംപ്രൂവ്മെന്റ് സ്റ്റാറ്റസ് നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെയിൻ സ്കെയിലിംഗ് ഫാക്ടർ തന്നെയാണ് പേജ് അതോറിറ്റി, ഡൊമൈൻ അതോറിറ്റി. ഇനി നമ്മൾ അടുത്ത് ഒരു സബ് ഹെഡിങ് ആയിട്ട് എഴുതുന്നത് ട്രാഫിക് റാങ്കിങ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ട്രാഫിക് റാങ്കിങ് വെബ്സൈറ്റ് അനാലിസിസിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇപ്പൊ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെബ്സൈറ്റ് അനാലിസിസിനകത്ത് നിങ്ങളുടെ ഡോക്യുമെന്റിന്റെ അടുത്ത സബ് ഹെഡിങ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ട്രാഫിക് റാങ്കിങ് എന്ന് പറയുന്ന സംഗതിയാണ്. നമ്മൾ ട്രാഫിക് റാങ്കിങ് അളന്ന് നോക്കാൻ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്, ഒരു ടൂളാണ് alexa.com. alexa.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ ബ്രൗസറിനകത്ത് ഓപ്പൺ ആക്കാം. alexa.com alexa.com എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ പ്രത്യേകത ട്രാഫിക് റാങ്കിങ് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ആമസോൺ എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് അനാലിസിസ് ടൂളാണ്. ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് അനാലിസിസ് ടൂളാണ് alexa.com. അപ്പം alexa.com ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വെബ്സൈറ്റ് അഡ്രസ് അടിച്ചു കൊടുക്കേണ്ട സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾ വെബ്സൈറ്റിന്റെ അഡ്രസ് അടിച്ചു കൊടുക്കാം.
ഇപ്പൊ SEO സോഫ്റ്റ്ലൂം എന്ന് അടിച്ചു കൊടുത്തു, softloom.com എന്ന് അടിച്ചു കൊടുത്തിട്ട് ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ alexa.com-നകത്ത് നമ്മളെ softloom.com-ന്റെ ഇന്നത്തെ ട്രാഫിക് റാങ്കിങ് എത്രയാണ് കാണിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ അലക്സ ബ്രൗസ് എക്സ്റ്റൻഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ അടിച്ചു കൊടുത്തതിന്റെ റിസൾട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നത് softloom.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിന്റെ ട്രാഫിക് റാങ്കിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ്. 9,88,511 ആണ് ഗ്ലോബലി അല്ലെങ്കിൽ ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ് ഓഫ് softloom.com എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ട്രാഫിക് റാങ്കിങ് എന്ന് പറയുന്ന ഒരു സ്കെയിലിംഗ് ഫാക്ടർ ഒരുപാട് വർഷങ്ങളായിട്ട് SEO ചെയ്യുന്ന ആൾക്കാരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരും കമ്പനികളുടെ ഓണേഴ്സും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അവരുടെ വെബ്സൈറ്റിന്റെ ഇംപ്രൂവ്മെന്റ് സ്റ്റാറ്റസ് ഒക്കെ അളന്ന് നോക്കാനായിട്ട് ട്രാഫിക് റാങ്കിങ് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു ടൂളാണ്. എന്താണ് ഇപ്പൊ നമ്മൾ softloom.com അലക്സയ്ക്കകത്ത് അടിച്ചപ്പോൾ കാണിച്ച 9,88,511 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ് എന്ന് പറയും. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള വെബ്സൈറ്റുകളെയൊക്കെ ആ വെബ്സൈറ്റിന് കിട്ടുന്ന വിസിറ്റിന്റെയും ഇന്ററാക്ഷന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് കിട്ടുന്ന വെബ്സൈറ്റ് ഒന്നാമതും, ഏറ്റവും കൂടുതൽ വിസിറ്റ് കിട്ടുന്ന വെബ്സൈറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ വിസിറ്റ് ഇന്ററാക്ഷൻ കിട്ടുന്ന വെബ്സൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ച് വിസിറ്റും ഇന്ററാക്ഷനും കിട്ടുന്ന വെബ്സൈറ്റ് രണ്ടാമതും, അതിനേക്കാളും കുറച്ച് കിട്ടുന്ന വെബ്സൈറ്റ് മൂന്നാമതും, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോയാൽ സോഫ്റ്റ്ലൂം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 9,88,511 സ്ഥാനത്ത് നിൽക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഒരു വെബ്സൈറ്റിന്റെ ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ്, പ്രത്യേകിച്ച് അലക്സ ട്രാഫിക് റാങ്കിങ് ഇത്രയാണെന്ന് പറയുന്നത് കൊണ്ടുള്ള അർത്ഥമാക്കുന്നത് ഗ്ലോബലി ഉള്ള വെബ്സൈറ്റുകളുടെ എല്ലാ വെബ്സൈറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലോബലി ഇത്രാം സ്ഥാനത്താണ് ഈ വെബ്സൈറ്റ് എന്നാണ്. എന്ത് കാര്യത്തിൽ? ഈ വെബ്സൈറ്റിന് കിട്ടുന്ന നമ്പർ ഓഫ് വിസിറ്റ്, ഇന്ററാക്ഷൻ ഒക്കെ കണക്കാക്കി. ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ വെബ്സൈറ്റിനകത്ത് എത്തുന്ന ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ടൈം, ആവറേജ് വിസിറ്റിംഗ് ഡ്യൂറേഷൻ, ബൗൺസ് റേറ്റ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്ന വെബ്സൈറ്റ് ആയിരിക്കും ഏറ്റവും ടോപ്പിൽ നിൽക്കണം. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വെബ്സൈറ്റ് ഏതായിരിക്കും? google.com. alexa.com-ൽ അല്ലെങ്കിൽ അലക്സ ട്രാഫിക് റാങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വെബ്സൈറ്റ് google.com ആണ്. അതുകൊണ്ട് മെയിൻ ചെയ്യണത് ഇതാണ്. ഗ്ലോബലി ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ നടത്തുന്നതുമായിട്ടുള്ള വെബ്സൈറ്റ് ആണ് google.com. രണ്ടാമത് ഇപ്പം നിൽക്കുന്നത് youtube.com ആണ്. നേരത്തെ ഫേസ്ബുക്ക് ആയിരുന്നു. ഫേസ്ബുക്ക് ഒരു സമയത്ത് 2010 ഗൂഗിളിനെയും പിന്തള്ളി ടോപ്പിൽ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഗൂഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കൺട്രിയിൽ പല ഡൊമൈൻ വേർഷൻസ് ആയിരുന്നു. ഇന്ത്യയിൽ google.co.in, UK-ൽ google.co.uk, അങ്ങനെ അത് റീഡയറക്ട് ചെയ്യുന്ന മെക്കാനിസം ആയിരുന്നു. ക്രമേണ അവരതിനെ മാറ്റി google.com എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്നാലും സബ് ഡൊമൈൻസ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. സബ് ഡൊമൈൻസും കൺട്രി ലെവൽ ഡൊമൈൻസും അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആൾക്കാർ പ്രിഫറബിളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് എന്തായി മാറി? google.com ആയി. അതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് യൂട്യൂബിനെ രണ്ടാം സ്ഥാനത്ത് നിലനിർത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക, റെഗുലർ വിസിറ്റ് നടത്തുക, റീവിസിറ്റ് നടത്തുകയൊക്കെ ചെയ്യുന്ന സൈറ്റായി യൂട്യൂബ് മാറി എന്നുള്ളതാണ്. അതിനുള്ള കാരണം യൂട്യൂബിനകത്ത് ഒരു വീഡിയോ കാണാൻ വേണ്ടി ഒരാൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കൂറിലോളം ചിലപ്പോൾ അതിനകത്ത് സിനിമയും ഇതൊക്കെ കണ്ട് ഇരിക്കുന്നുണ്ടാവും. ഒരു അരമണിക്കൂർ വരുന്ന ഒരു ഷോർട്ട് ഫിലിം കണ്ട് തീരുമ്പോഴത്തേക്ക് അതിനേക്കാളും യമണ്ടൻ ഷോർട്ട് ഫിലിമുകൾ അവിടെ സജസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാകും. പിന്നെ അത് കണ്ടിരിക്കുന്നു, പിന്നെ പാട്ട് കേട്ടിരിക്കുന്നു, ഇങ്ങനെ ഒരുപാട് ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. youtube.com സെക്കൻഡ് പൊസിഷനിലോട്ട് വന്നു. ഇപ്പൊ തേർഡ് പൊസിഷനിൽ ഫേസ്ബുക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്. അത് നമുക്ക് alexa.com-ൽ തന്നെ ലിസ്റ്റ് ഓഫ് ടോപ്പ് സൈറ്റ്സ് എന്നുള്ള സംഗതി കാണാൻ പറ്റും, അവിടെ കാണിക്കുന്നുണ്ടോ. അപ്പം alexa.com ട്രാഫിക് റാങ്കിങ്, ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള വെബ്സൈറ്റുകൾ എല്ലാമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു. ഏത് കാര്യത്തില്? നമ്പർ ഓഫ് വിസിറ്റിന്റെയും ഇന്ററാക്ഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്രാം സ്ഥാനത്ത്. എങ്ങനെ മനസ്സിലായില്ല? കൺട്രി വൈസ് നോക്കാൻ പറ്റും. ഇതിനകത്ത് ഏതെങ്കിലും കൺട്രിയിൽ കൂടുതൽ വിസിറ്റ് കിട്ടുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ ഇതിനകത്ത് റീജിയണൽ ട്രാഫിക് റാങ്കിങ് കാണിക്കുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ഇപ്പൊ സോഫ്റ്റ്ലൂമിന്റെ ഇന്ത്യയിലുള്ള ട്രാഫിക് റാങ്കിങ് എത്രയാണെന്നുള്ളത് താഴെ ഉണ്ടായിരുന്നു, കാണിക്കാൻ പറ്റുന്നുണ്ടാവും. താഴെ നോക്കാം.
ഏറ്റവും താഴെ റീജിയണൽ ട്രാഫിക് റാങ്കിങ് എസ്റ്റിമേറ്റ് ചെയ്ത് കാണിക്കും. ഇവിടെയും കാണും. അത് എസ്പെഷ്യലി ഇന്ത്യയിൽ കൂടുതൽ വിസിറ്റ് കിട്ടുമ്പോഴാണ് കാണിക്കുക കേട്ടോ. ഇത് എവിടെയാണ് കാണിക്കുക. ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കാണിക്കും. ഇത് എനിക്ക് തോന്നണേ ഇപ്പൊ അവര് കുറെ ഫീച്ചേഴ്സ് ഇതിന്റെ പെയ്ഡ് വെർഷനകത്തോട്ട് ആക്കി. അപ്പൊ അത് ഇന്ത്യയിലെ ട്രാഫിക് റാങ്കിങ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പെയ്ഡ് വെർഷൻ എടുക്കേണ്ടി വരുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഇവിടെ കാണിക്കുമായിരുന്നു. റീജിയണൽ ട്രാഫിക് റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കാണിക്കുമായിരുന്നു. ഈ വെബ്സൈറ്റിന്റെ റീജിയണൽ ട്രാഫിക് റാങ്കിങ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഇനി നോക്കി ഞാൻ കാണിച്ചുതരാം. ഏറ്റവും കൂടുതൽ വിസിറ്റ് വേറെ പല കൺട്രിയിലും നമ്മൾ എടുക്കുന്ന ഒരു വെബ്സൈറ്റ് എടുക്കാം. alexa.com /siteinfo/google.com. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ alexa.com-നകത്ത് നിങ്ങളുടെ ഏതെങ്കിലും വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ IP ബ്ലോക്ക് ചെയ്യുകയോ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ ഇരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ alexa.com തന്നെ ഓപ്പൺ ആവാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് alexa.com/siteinfo/ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് മാനുവലി അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ വെബ്സൈറ്റിന്റെ ട്രാഫിക് റാങ്കിങ് അറിയാൻ പറ്റും. അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതിനെ പറ്റി പ്രത്യേകം പറയുന്നതിന്റെ കാര്യം ഇതാണ്. നമ്മൾ റെഗുലറായിട്ട് ഈ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ അവർ ഇതിന്റെ പെയ്ഡ് ടൂൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആക്കി വെക്കാറുണ്ട്. അലക്സക്കാർ എന്നെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആക്കും. ഞാൻ ഇതുവരെ അവരൊന്നും പെയ്ഡ് പർച്ചേസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കണം ബ്ലോക്ക് ആക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, alexa.com/siteinfo/ വെബ്സൈറ്റിന്റെ അഡ്രസ് കൊടുക്കും. ഇപ്പം നമ്മളിപ്പം google.com ആണ് അടിച്ചത്. google.com അലക്സ ട്രാഫിക് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്താണ് നിൽക്കണമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ തന്നെ റീജിയണൽ ട്രാഫിക് റാങ്കിങ് കാണിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്. സാധാരണ 1-2 കൺട്രിയിൽ ഒരുപാട് വിസിറ്റ് കിട്ടുമ്പോൾ ഓരോ കൺട്രിയിലുള്ള ട്രാഫിക് റാങ്കിങ് പ്രത്യേകം കാണിക്കുന്ന ഒരു ഫീച്ചർ ആയിരുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇവിടെ തന്നെ ഇതിപ്പം പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ഇതിന്റെ ടോട്ടൽ വിസിറ്റിന്റെ 18% US എന്നാണ് വരുന്നത്, 10% ഇന്ത്യ എന്നാണ് വരുന്നത് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ തന്നെ റീജിയണൽ ട്രാഫിക് റാങ്കിങ് കാണിക്കുമായിരുന്നു. ഈ സ്ഥലത്തായിട്ട് ഇവിടെ അല്ല കേട്ടോ, ആ ഗ്രാഫ് കാണിച്ചില്ലേ, ആ സ്ഥലത്ത് റീജിയണൽ ട്രാഫിക് റാങ്കിങ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇത് ഇന്ത്യയിൽ എത്രാമത്തെ പൊസിഷൻ ആണെന്ന് കാണിക്കുക. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇതിന്റെ പെയ്ഡ് വെർഷൻ എടുത്താലേ റീജിയണൽ ട്രാഫിക് റാങ്കിങ് അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഇവിടെ കാണിക്കുമായിരുന്നു കേട്ടോ. ട്രാഫിക് റാങ്കിങ് നോക്കാൻ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് alexa.com. ഇതിന്റെ ഒരു സ്വീകാര്യത, ഏറ്റവും കൂടുതൽ ഇത് നോക്കാനുണ്ടായ ഒരു കാരണം, അല്ലെങ്കിൽ നോക്കുന്ന ആൾക്കാർ ഉപയോഗിക്കപ്പെടുന്നതിനുള്ള ഒരു കാരണം, ഇത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യപ്പെടും. ട്രാഫിക് റാങ്കിങ്, അലക്സ ട്രാഫിക് റാങ്കിങ് ഡെയിലി ചേഞ്ച് വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമ്മളിപ്പം ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന വെബ്സൈറ്റ് softloom.com ആണ്. ഇതിനകത്ത് തന്നെ ഒരു ഗ്രാഫ് കാണിക്കുന്നുണ്ടോ? ഇതിന്റെ ഒരു കഴിഞ്ഞ ഒരു 90 ദിവസത്തെ ഗ്രാഫിനകത്ത് കണ്ട ഈ സമയത്തൊക്കെ, അതായത് ഒക്ടോബറിലൊക്കെ ഇതിന്റെ ട്രാഫിക് റാങ്കിങ് മെച്ചപ്പെട്ടതായിരുന്നു. അതായത് എത്രയായിരുന്നു, 7,79,000 വരെയൊക്കെ വന്നതായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ വിസിറ്റ് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അങ്ങനെ ഇരിക്കുമ്പോൾ വിസിറ്റ് കൂടുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കൂടുതൽ തന്നെ കാണിക്കും. കാരണം ഇവിടെ ഒക്ടോബർ 4-ാം തീയതി വരെ 7,79,000 ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇതിനു ശേഷം ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, താഴെ നമ്മൾ സോഫ്റ്റ്ലൂമിന്റെ 2-3 ഡെവലപ്പർമാർ ഇട്ടിട്ടുണ്ട്. അവരിതിനെ പൊളിച്ചടുക്കി ഇപ്പൊ ഇട്ട് പണിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ പണിയുടെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് ഇത് കണ്ടോ, ഈ സമയത്ത് ട്രാഫിക് റാങ്കിങ് കാണിച്ചിട്ടേ ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് അവൈലബിൾ ആയിരുന്നില്ല. ഈ ഒരു പീരീഡിൽ അവൈലബിൾ ആയിരുന്നിട്ടുണ്ടാവും. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഇതിനെ പൊളിച്ചടുക്കിയിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ അവിടെ ട്രാഫിക് റാങ്കിങ്ങേ കാണിക്കുന്നില്ല. കണ്ടോ, ഇവിടെ ഇത്രയും സ്ഥലത്ത് അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ്. ഇനി ഈ പണിയൊക്കെ തീർന്ന് മെച്ചപ്പെട്ട് വരികയാണെങ്കിൽ ഇത് ഇമ്പ്രൂവ് ചെയ്ത് വരേണ്ടതാണ്. നേരത്തെ ഇതിന്റെ ട്രാഫിക് റാങ്കിങ് ഒക്കെ ഒരു സോഫ്റ്റ്ലൂമിന്റെ ഒക്കെ ട്രാഫിക് റാങ്കിങ് ഒരു 3 lakhs താഴെയൊക്കെ എത്തിച്ചിട്ടുള്ളതാണ്. നോർമലി നിങ്ങൾ വെബ്സൈറ്റ് അനലൈസ് ചെയ്യുമ്പോൾ പുതിയ വെബ്സൈറ്റൊക്കെ ആണെങ്കിൽ ട്രാഫിക് റാങ്കിങ് ഡേറ്റയ്ക്ക് അത് ഒന്നും കാണത്തില്ല. അതിന്റെ അർത്ഥം ഇപ്പം അരുൺദേവിന് ഒരു വർക്ക് കിട്ടി, arundev.com. അതിന് അലക്സയ്ക്ക് അത് അനലൈസ് ചെയ്ത് പോയപ്പോഴത്തേക്ക് ഒന്നും കാണിക്കുന്നില്ല, നോ ഡേറ്റ അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ട്രാഫിക് റാങ്കിങ് നോക്കുന്ന കണക്കിനുള്ള ഒരു വിസിറ്റ് പോലും ആ വെബ്സൈറ്റിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ അറിയേണ്ട ഒരു സംഗതിയാണ്,
എങ്ങനെയാണ് അലക്സ ഈ ഒരു ട്രാഫിക് റാങ്കിങ് അനാലിസിസ് നടത്തുന്നത്? നമ്മൾ നേരത്തെ പേജ് അതോറിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പം റോജർ ബോട്ടിന്റെ ഒക്കെ കാര്യം പറഞ്ഞു ഇല്ലേ? ആമസോണിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആമസോൺ പല ബ്രൗസറുകളിലും പല സ്ഥലങ്ങളിലുള്ള ഡേറ്റാ സെന്ററിൽ നിന്നൊക്കെ ഓരോ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡേറ്റ കുക്കീസ് ഉപയോഗിച്ചും പല ബ്രൗസറിനകത്തുള്ള ടൂൾ ബാറിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ചും ഒക്കെ കളക്ട് ചെയ്യും. ടൂൾ ബാറിനകത്തുള്ള ഡേറ്റ അവർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കളക്ട് ചെയ്യുമ്പം ഓരോ വെബ്സൈറ്റ് ഓരോ സ്ഥലങ്ങളിൽ ഓപ്പൺ ആകുന്നത് എങ്ങനെയാണെന്നും അത് എത്ര സമയം ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ആൾക്കാർ ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ട്, ഏതൊക്കെ സ്രോതസ് വഴിയാണ് വെബ്സൈറ്റിലേക്ക് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ ഡേറ്റ ആര് കളക്ട് ചെയ്യും? അലക്സയുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ടൂള് കളക്ട് ചെയ്യും. എന്നിട്ട് ഈ ഡേറ്റ വെച്ചിട്ടാണ് അലക്സ ട്രാഫിക് റാങ്കിങ് നിശ്ചയിക്കുക. അത് ഡെയിലി ചേഞ്ച് വരും. ഇപ്പൊ സോഫ്റ്റ്ലൂമിനകത്ത് ഇന്നിപ്പം 9,88,511 കാണിക്കുന്നത്. ഈ സ്ഥിതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് 10 lakhs ഒക്കെ ക്രോസ് ചെയ്ത് പോകും. പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോകും. കാരണം അതിനകത്ത് പണി നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു 2-3 ദിവസം കുത്തിയിരുന്നില്ല കുറെ പണിയൊക്കെ ചെയ്തിട്ട് പുതിയ ബ്ലോഗ് പോസ്റ്റ് ഒക്കെ ഇട്ട് ഇതിനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക, പല ആക്ടിവിറ്റി വഴി നമ്മൾ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ട്രാഫിക് ഒക്കെ വരുന്നുണ്ട്, വിസിറ്റ് ഒക്കെ പെട്ടെന്ന് കൊണ്ടു. പെട്ടെന്ന് ഈ സാധനം 9,88,000 നിന്ന് മെല്ലെ 9,50,000 40,000 30,000 കൊണ്ടുവന്ന് വീണ്ടും തിരിച്ച് 8 ലക്ഷത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. നേരത്തെ ഒരു 10 വർഷം മുമ്പ് ഒരു SEO പ്രൊഫഷണലായിട്ട് കമ്പനികളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ എൻക്വയറീസ് വരുന്നത് UK എന്നൊക്കെ ഉള്ള എൻക്വയറി ഇങ്ങനെയാണ്: നമ്മുടെ വെബ്സൈറ്റിന്റെ അലക്സ ട്രാഫിക് റാങ്കിങ് ഇംപ്രൂവ് ചെയ്ത് തരാൻ എത്ര രൂപയാകും എന്നൊക്കെ ചോദിച്ചാണ് എൻക്വയറി തന്നെ വരാറുണ്ടായത്. അപ്പം ഓരോ കമ്പനികളുടെ വെബ്സൈറ്റിന്റെ ഓണേഴ്സും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം പ്രാധാന്യം ഈ ട്രാഫിക് റാങ്കിങ്ങിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു കണക്ക്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2010-ലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിലൊക്കെ വരുന്ന എൻക്വയറി തന്നെ ഇങ്ങനെയാണ്: നമ്മുടെ വെബ്സൈറ്റിന്റെ ട്രാഫിക് റാങ്കിങ് ഇപ്പം 80 ലക്ഷമാണ് അല്ലെങ്കിൽ 1 crore. അതിനെ ഒരു 10 lakhs കൊണ്ടുവരാൻ വേണ്ടി എത്ര രൂപയാകും? അതിനെ SEO ചെയ്തും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പല പ്രോസസ്സുകൾ ചെയ്തും നമുക്ക് അതിന്റെ ട്രാഫിക് റാങ്കിങ് ഇംപ്രൂവ് ചെയ്ത് ഒരു 10 ലക്ഷത്തിന് അകത്താക്കാൻ വേണ്ടി എത്ര രൂപയാകും എന്നൊക്കെ ചോദിച്ച് തന്നെ എൻക്വയറി വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വെബ്സൈറ്റിനെ അനലൈസ് ഒക്കെ ചെയ്തിട്ട് എത്ര പേജസ് ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു പ്രപ്പോസൽ കൊടുക്കും. ഓക്കെ, അതിൽ ഇത്ര ലക്ഷം രൂപയ്ക്ക് അതിന്റെ വർക്ക് ചെയ്യാം. അപ്പോൾ അവർക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്ത് കൊടുക്കും. ചില കമ്പനിക്കാർ എന്തെങ്കിലും ഒരു സാമ്പിൾ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ഒരു 6 days അല്ലെങ്കിൽ 1 week കൊണ്ട് എന്തെങ്കിലും ഒരു സാമ്പിൾ വർക്ക് ചെയ്ത് ഇത് ഇമ്പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കാണിക്കും. അന്ന് ഇത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് കാണിക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം അന്ന് അലക്സ മെയിനായിട്ട് ഇതിന്റെ ഡേറ്റ കളക്ട് ചെയ്തിരുന്നത് ടൂൾ ബാറുകളിൽ നിന്നുള്ള ഡേറ്റയാണ്. അലക്സയുടെ ടൂൾ ബാർ എവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അത് കളക്ട് ചെയ്യുന്ന ഡേറ്റ ആധികാരികമുള്ള ഡേറ്റ ആയിട്ട് ആരെടുക്കും? Alexa.com എടുക്കും. ഇന്ന് അത് സാധ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താം. പക്ഷെ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് വരുന്ന രീതിയിൽ ടൂൾ ബാറിന്റെ ഡേറ്റ മാത്രമല്ല അലക്സ എടുക്കുക. അലക്സ കുക്കീസ് ഉപയോഗിച്ചുള്ള ഡേറ്റ എടുക്കുന്നുണ്ട്. തേർഡ് പാർട്ടി വേറെ പല സംഗതികളിൽ നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അനലിറ്റിക്സിന്റെ ഒക്കെ ഡേറ്റ എടുക്കുന്നുണ്ട്. അങ്ങനെ പല ഡേറ്റ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇപ്പം ഇത് ചെയ്യുന്നത്. കൊണ്ട് കുറച്ചുകൂടെ ഇതായി ടൂൾ. അതുകൊണ്ടാണ് അവർ പെയ്ഡ് ആക്കിയിട്ട് ഭയങ്കരമായിട്ട് ഒരു ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഇത്ര $1 പെയ്ഡ് ആക്കി അവർ കൊടുക്കുന്നത്. ചില ആൾക്കാർ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലോക്ക് ചെയ്യുന്നതും നമ്മൾ പെയ്ഡ് എടുക്കുമെന്നുള്ള ഒരു സാധ്യത കൊണ്ടാണ്. ഞാൻ എപ്പോഴെങ്കിലും ഇത് പെയ്ഡ് എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മത്തിൽ എടുക്കാൻ പോകണ്ട. കാരണം ഇതിന്റെ ടൂൾ ബാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ അഭി ചോദിച്ചൊരു ഡൗട്ടിനകത്ത് വരാം. അഭി ചോദിച്ചത് കൺട്രി വൈസ് എടുക്കാൻ പറ്റുന്ന മാർഗം മിക്കവാറും ഇതിന്റെ ടൂൾ ബാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധ്യതയുണ്ട്. ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ അലക്സയുടെ ടൂൾ ബാർ നമുക്ക് ഇവിടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ടൂൾ ബാർ ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. ഡൗൺലോഡ് ടൂൾ ബാർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രൗസറിനകത്ത് ടൂൾ ബാർ ഇൻസ്റ്റാൾ ചെയ്യും. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന പല ടൂൾ ബാറിന്റെ കൂടെ അലക്സ റാങ്കിങ് കാണിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിന് SEM റഷ്യന്റെ ഒരു ടൂൾ ബാർ ഉണ്ട്. SEO ഓഡിറ്റ് SEO ക്വാക്ക് എന്ന് പറയുന്ന ടൂൾ ബാർ ഉണ്ട്. ഇതാണ് ഞാൻ കാണിച്ചത്. നമ്മളിപ്പം ക്രോമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോമിൽ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിൾ എടുത്തിട്ട് ആഡ് ഓൺസ് ഫോർ ക്രോം എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്തില്ലേ, അവിടെ ആഡ് ഓൺസ് ഫോർ ക്രോം എന്ന് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പം ഇതിന്റെ വെബ് സ്റ്റോറിലെത്തും. വെബ് സ്റ്റോറിലെത്തി കഴിഞ്ഞാൽ അവിടെ SEO ക്വാക്ക് എന്ന് അടിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ.
ഇങ്ങനെ ടൂൾ ബാർ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള ഗുണം ഓരോ ടൂളിലും പോയി നമ്മളെ വെബ്സൈറ്റിനെ ചെക്ക് ചെയ്യുന്നതിന് പകരം ഒറ്റ ഗ്ലാൻസിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും. വേണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഈ ടൂൾ ബാർ നമ്മളിൽ നിന്നൊക്കെ എന്ത് ഡാറ്റയാണ് കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇവിടെ എന്താ അറിയോ, SEO ക്വാക്ക് എന്നടിക്കുക, ഇതാണ് SQUAKE. SEO ക്വാക്ക് എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ ബാർ ഇൻസ്റ്റാൾ ചെയ്യാം. SEO ക്വാക്ക് എന്ന് പറയുന്ന ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഇതിന്റെ ഈ ബ്രൗസറിനകത്ത് തന്നെ ഇതിന്റെ ടൂൾ ബാർ കാണിക്കും. ആണെങ്കിൽ നമുക്ക് ഫയർഫോക്സിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം. ക്രോമിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ചില പ്രശ്നങ്ങളുണ്ട്.